ഇന്നതുപോലൊരു ദിവസമാണ് നമ്മുടെ യേശു കർത്താവ് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഇഷ്ടപ്രകാരം ഈ ഭൂമിയിലേക്ക് മനുഷ്യന്റെ രൂപത്തിൽ വന്നിറങ്ങിയത്. സന്തോഷമുള്ളവർ മാത്രം ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നല്ലൊരു ഹല്ലേലൂയ ഉണ്ടോ കയ്യിൽ? ആമേൻ, ഹല്ലേലൂയ. സകല മനുഷ്യർക്കും ദൈവം ഒരുക്കിയ ആ രക്ഷാകര പദ്ധതിയുടെ ആരംഭം ഇന്നതുപോലൊരു ദിവസമായിരുന്നു. Christmas Day was a day in which the salvation plan for all mankind began. Hallelujah. Hallelujah. സകല മനുഷ്യർക്കും സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരുന്നു ആ രക്ഷാകര പദ്ധതിയുടെ ആരംഭം എന്ന് പറയുന്നത്. The salvation plan brought joy to all of mankind. ഒരു രക്ഷകൻ സകല മനുഷ്യർക്കും വേണ്ടി ഈ ഭൂമിയിൽ വന്ന് ജനിച്ച ആ ദിവസം, This is the day a savior was born for all of mankind. സകല മനുഷ്യർക്കും സന്തോഷം നൽകുന്നതാണ്. Something of joy for all of mankind. ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ആ സന്തോഷം ലഭിച്ചിട്ടുണ്ടോ? How many of you have received that joy? ഉണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട്, Shout hallelujah. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് ആ രക്ഷകനെ ആരാധിക്കുവാൻ Worship the savior. തയ്യാറായിരിക്കുന്നവർ ആമേൻ ഒരിക്കൽ കൂടെ രണ്ട് കൈകളൊന്ന് ഉയർത്തി പിടിച്ചുകൊണ്ട് അല്പനിമിഷം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. Let's praise him together. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് കൈകളെല്ലാം അടിച്ച് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആ നല്ല ദൈവത്തെ ആരാധിക്കാം. യേശുവിൻ നാമത്തെ ഉയർത്തിയിടാം, ഭൂവതിലെങ്ങും ഘോഷിക്കാം. യേശുവിൻ നാമത്തെ ഉയർത്തിയിടാം, ഈ ഭൂവതിലെങ്ങും ഘോഷിക്കാം. യേശുവിൻ നാമത്തെ ഉയർത്തിയിടാം, Hallelujah, hallelujah. ഈ ഭൂവതിലെങ്ങും ഘോഷിക്കാം. Hallelujah, hallelujah. യേശുവിൻ നാമത്തെ ഉയർത്തിയിടാം, Hallelujah, hallelujah. ഈ ഭൂവതിലെങ്ങും ഘോഷിക്കാം. Hallelujah, hallelujah. ജയം തരും നാമം, ശക്തി തരും നാമം, ആ നാമം ഉയർന്നത്. ജയം തരും നാമം, ശക്തി തരും നാമം, ആ നാമം ഉയർന്നത്. ആമേൻ. ജയം തരും നാമം, ശക്തി തരും നാമം, ആ നാമം ഉയർന്നത്. ജയം തരും നാമം, ശക്തി തരും നാമം, ആ നാമം ഉയർന്നത്. യേശുവിൻ നാമത്തെ ഉയർത്തിയിടാം, Hallelujah, hallelujah. ഈ ഭൂവതിലെങ്ങും ഘോഷിക്കാം. Hallelujah, hallelujah. യേശുവിൻ നാമത്തെ ഉയർത്തിയിടാം, Hallelujah, hallelujah. ഈ ഭൂവതിലെങ്ങും ഘോഷിക്കാം. Hallelujah, hallelujah. ജയം തരും നാമം, ശക്തി തരും നാമം, ആ നാമം ഉയർന്നത്. ജയം തരും നാമം, ശക്തി തരും നാമം, ആ നാമം ഉയർന്നത്. ജയം തരും നാമം, ശക്തി തരും നാമം, ആ നാമം ഉയർന്നത്. ജയം തരും നാമം, ശക്തി തരും നാമം, ആ നാമം ഉയർന്നത്. കുരുടന് കാഴ്ചയെ നൽകുമവൻ, Hallelujah, hallelujah. ചെകിടന് കേൾവിയെ നൽകുമവൻ. Hallelujah, hallelujah. കുരുടന് കാഴ്ചയെ നൽകുമവൻ, Hallelujah, hallelujah. ചെകിടന് കേൾവിയെ നൽകുമവൻ. Hallelujah, hallelujah. ജയം തരും നാമം, ശക്തി തരും നാമം, ആ നാമം ഉയർന്നത്. ജയം തരും നാമം, ശക്തി തരും നാമം, ആ നാമം ഉയർന്നത്. ജയം തരും നാമം, ശക്തി തരും നാമം, ആ നാമം ഉയർന്നത്. ജയം തരും നാമം, ശക്തി തരും നാമം, ആ നാമം ഉയർന്നത്. മുടന്തന് കാലുകൾ നൽകുമവൻ, Hallelujah, hallelujah. രോഗിക്ക് സൗഖ്യം നൽകുമവൻ. Hallelujah, hallelujah. മുടന്തന് കാലുകൾ നൽകുമവൻ,
ഹല്ലേലൂയ ഹല്ലേലൂയ രോഗിക്ക് സൗഖ്യം നൽകുമവൻ ഹല്ലേലൂയ ഹല്ലേലൂയ ജയം തരും നാമം ശക്തി തരും നാമം ആ നാമം ഉയർന്നത് ആമേൻ ജയം തരും നാമം ശക്തി തരും നാമം ആ നാമം ഉയർന്നത് ജയം തരും നാമം ശക്തി തരും നാമം ആ നാമം ഉയർന്നത് ജയം തരും നാമം ശക്തി തരും നാമം ആ നാമം ഉയർന്നത് മരണത്തിൽ നിന്നും ഉയർത്തുമവൻ ഹല്ലേലൂയ ഹല്ലേലൂയ നമുക്കായി സൗഖ്യം നൽകുമവൻ ഹല്ലേലൂയ ഹല്ലേലൂയ മരണത്തിൽ നിന്നും ഉയർത്തുമവൻ ഹല്ലേലൂയ ഹല്ലേലൂയ നമുക്കായി സൗഖ്യം നൽകുമവൻ ഹല്ലേലൂയ ഹല്ലേലൂയ ജയം തരും നാമം ശക്തി തരും നാമം ആ നാമം ഉയർന്നത് ജയം തരും നാമം ശക്തി തരും നാമം ആ നാമം ജയം തരും ജയം തരും നാമം ശക്തി തരും നാമം ആ നാമം ജയം തരുന്ന ഉയർന്നത് നാമത്തെ ജയം തരും നാമം ശക്തി തരും നാമം ആ നാമം ഉയർന്നത് യേശുവിൻ നാമത്തെ ഉയർത്തിയിടാം ഹല്ലേലൂയ ഹല്ലേലൂയ ഭൂവതിലെങ്ങും ഘോഷിക്കാം ഹല്ലേലൂയ എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ യേശുവിൻ നാമത്തെ ഉയർത്തിയിടാം ഹല്ലേലൂയ ഹല്ലേലൂയ ഈ ഭൂവതിലെങ്ങും ഘോഷിക്കാം ഹല്ലേലൂയ ഹല്ലേലൂയ ജയം തരും നാമം ശക്തി തരും നാമം ആ നാമം ഉയർന്നത് ജയം തരും നാമം ശക്തി തരും നാമം ആ നാമം എല്ലാവരും ഉയർന്നത് ചേർന്ന് ജയം തരും നാമം ശക്തി തരും നാമം ആ നാമം ഉയർന്നത് ഏയ് ജയം തരും നാമം ശക്തി തരും നാമം ആ നാമം ഉയർന്നത് ഹല്ലേലൂയ ജയം തരും നാമം ശക്തി തരും നാമം ആ നാമം ഉയർന്നത് ജയം തരും നാമം ശക്തി തരും നാമം ആ നാമം ഉയർന്നത് ജയം തരും നാമം ശക്തി തരും നാമം ആ നാമം ഉയർന്നത് ജയം തരും നാമം ശക്തി തരും നാമം ആ നാമം ഉയർന്നത് യേശു ഭൂമിയിൽ വന്നു എന്നെ രക്ഷിപ്പാൻ യേശു ക്രൂശിതനായി എന്നെ ജീവനായി നീ മരിച്ചുയർത്തു നിത്യരാജനായി നീ എന്നും എന്റെ രക്ഷകൻ നീ എന്നും എന്റെ രക്ഷകൻ യേശു ഭൂമിയിൽ വന്നു എന്നെ രക്ഷിപ്പാൻ യേശു ക്രൂശിതനായി എന്റെ ജീവനായി നീ മരിച്ചുയർത്തു നിത്യരാജനായി നീ എന്നും എന്റെ രക്ഷകൻ നീ എന്നും എന്റെ രക്ഷകൻ നാമത്തെ ഉയർത്തിടാം അത്ഭുത നാമത്തെ ഉയർത്തിടാം യേശു നാമത്തെ ഉയർത്തിടാം അത്ഭുത നാമത്തെ ഉയർത്തിടാം യേശു ഭൂമിയിൽ വന്നു എന്നെ രക്ഷിപ്പാൻ യേശു ക്രൂശിതനായി എന്റെ ജീവനായി നീ മരിച്ചുയർത്തു നിത്യരാജനായി നീ എന്നും എന്റെ രക്ഷകൻ നീ എന്നും എന്റെ രക്ഷകൻ യേശു ഭൂമിയിൽ വന്നു എന്നെ രക്ഷിപ്പാൻ യേശു ക്രൂശിതനായി എന്റെ ജീവനായി നീ മരിച്ചുയർത്തു നിത്യരാജനായി നീ എന്നും എന്റെ രക്ഷകൻ നീ എന്നും എന്റെ രക്ഷകൻ ശക്തിയോടെ കാര്യങ്ങൾ ചേർത്ത് let's put our hands together. Jesus came into this world to save us. So we lift up your name, Lord. Lord, I lift your name. Lord, I lift your name on high. Lord, I love to sing your praises.
so glad you're in my life. I'm so glad you came to Let's sing it again. save us. Lord, I lift your name on high. Lord, I lift your name on high. Lord, I love to sing your praise. Lord, I love to sing your praises. Love to sing your praise. I'm so glad you're in my life. I'm so glad you're in my life. I'm so glad you came to save us. You came from heaven to earth to show the way, from the earth to the cross, my debts to pay, from the cross to the grave, from the grave to the sky. Lord, I lift your name on high. Lord, I lift your name on high. Sing, You came from heaven to earth to show the way, from the earth to the cross, my debts to pay, from the cross to the grave, from the grave to the sky. Lord, I lift your name on high. 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 'Cause you came from heaven to earth to show the way, From the earth to the cross, my debts to pay. From the cross to the grave, from the grave to the sky. Lord, I lift your name on high. Lord, I lift your name on high. Come on, let's put our hands together. Let's lift the name of Jesus on high. കൈകൾ ചേർത്തടിച്ച് യേശുവിന്റെ നാമത്തെ സകലത്തിലും മീതെ ഉയർത്തിയാൽ we worship you, Lord. We lift up your name, Father. കർത്താവേ, എല്ലാ സ്തുതികളുടെ മേൽ അങ്ങ് വാഴുന്നു. അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് ഇന്ന് ഒരുമിച്ച് ആരാധിക്കുന്നു. ഈ ക്രിസ്മസ് ദിനത്തിൽ കർത്താവേ, സകല സ്തുതികളും യേശു കർത്താവിലേക്ക് ഉയരട്ടെ. യേശുവിന്റെ നാമത്തെ ഞങ്ങൾ ഇന്ന് ഉയർത്തുന്നു. We lift up the name of Jesus above every other name in this place, Father. We love you. Amen. പ്രശംസയും എല്ലാ പുകഴ്ചയും യേശുവിന്, എല്ലാ സ്തുതികളും എല്ലാ മഹത്വവും രാജാവിന്. ക്രൂശിൽ മരിച്ചവൻ ആരാധ്യനായവൻ ദൈവപുത്രൻ, വീണ്ടും വരും അവൻ രാജാധിരാജൻ വാഴുമവൻ. ആരാധിക്കും യേശുവിനെ ഞാൻ അന്ത്യം വരെ, പിൻഗാമിക്കും നായകനെ ഞാൻ പിന്മാറാതെ. എന്നിൽ കനിഞ്ഞവനെ കാണും നേരം ഞാൻ പാടുമേ ഓരമോടെ. ഓ ഹല്ലേലൂയ. ദൂതരോടൊന്ന് ചേർന്ന് പാടും. സ്വർഗീയ ദൂതരും ഈ ഭൂവിയിലേവരും പാടിയിടുന്നേ, എല്ലാ സ്തുതികളും എല്ലാ മഹത്വവും രാജാവിന്.
മൃത്യുഞ്ജയനവൻ, ആരാധ്യനായവൻ, ദൈവപുത്രൻ. വീണ്ടും വരും അവൻ, രാജാതിരാജനായി വാഴും അവൻ. അതുകൊണ്ട് ഞാൻ ആരാധിക്കും യേശുവിനെ, ആരാധിക്കും യേശുവിനെ ഞാൻ അന്ത്യം വരെ. പിൻഗാമിക്കും നായകനെ ഞാൻ പിന്മാറാതെ. എന്നെ മെനഞ്ഞവനെ കാണും നേരം ഞാൻ പാടുമേ, മോഹമോടെ ഞാൻ പാടുമേ, ഞാൻ പാടുമേ, മോഹമോടെ. ഓ, ഹല്ലേലൂയ. Sing it again. Hallelujah. Sing it again. Hallelujah. ദൂതരോടൊന്ന് ചേർന്ന് one last time. Hallelujah. Hallelujah. We worship you, Jesus. We adore you, we adore you. അങ്ങേ ആരാധിക്കുന്നു. ഞാൻ പാടുമേ, മോദമോടെ. എന്ന് പറയാം, ഞാൻ പാടും സന്തോഷത്തോടെ, ഞാൻ പാടുമേ, മോദമോടെ. എന്നൊരിക്കൽ കൂടെ ഞാൻ പാടുമേ, ഞാൻ പാടുമേ, മോദമോടെ. ഒരിക്കൽ കൂടെ ഞാൻ പാടുമേ, മോദമോടെ. Hallelujah. നിന്റെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. വേറൊരു നാമവുമല്ല, പക്ഷെ നിന്റെ നാമത്തെ. യേശുവാ, യേശുവാ, യേശുവാ,
അവന്റെ നാമത്തിനു ഉയർത്താൻ തുടങ്ങി. Come on. Yeshua, Yeshua, Yesaya, Yeshua. For yours is the kingdom, yours is the power, yours is the glory forever. Amen. Yours is the kingdom, yours is the power, yours is the glory forever. Amen. Yours is the kingdom, yours is the power, yours is the glory forever. Amen. Yours is the kingdom, yours is the power, yours is the glory forever. രാജ്യവും നിന്റേത്, ശക്തിയും നിന്റേത്, മഹത്വവും നിന്റേത്, എന്നേക്കും ആമേൻ. 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 യേശുവ,
നിന്റേത് മഹത്വവും നിന്റേത് എന്നേക്കും ആമേൻ രാജ്യവും നിന്റേത് ശക്തിയും നിന്റേത് മഹത്വവും നിന്റേത് എന്നേക്കും ആമേൻ രാജ്യവും നിന്റേത് ശക്തിയും നിന്റേത് മഹത്വവും നിന്റേത് എന്നേക്കും രാജ്യവും നിന്റേത് മാത്രം. ഓ, നിന്റേത് മാത്രം. എന്നേക്കും ആമേൻ രാജ്യവും നിന്റേത് ശക്തിയും നിന്റേത് മഹത്വവും നിന്റേത് എന്നേക്കും ആമേൻ യേശു ഓരോ ശ്വാസത്തിലും അവന്റെ നാമം നമ്മൾ പാടുന്നു. യേശു യേശുവാ യേശുവാ യേശു beautiful world, the most beautiful world, the most beautiful world you are. Yeshua. ചിലർക്ക് അവന്റെ സൗന്ദര്യത്തെ ദർശിക്കാൻ സാധിക്കുന്നുണ്ട്. യേശുവ യേശുവ ഒരു സാധാരണ ക്രിസ്മസ് ആയിട്ട് ഇത് നിങ്ങൾ മാറ്റിക്കളയരുത്. എന്റെ സൃഷ്ടാവിനെ ദർശിക്കുന്ന ഒരു ദിവസമാണ്. സൗന്ദര്യത്തെ to seek his beauty, to seek his beauty. Yeshua, Yeshua.
എല്ലാ വർഷവും എല്ലാ പരിപാടിക്കും ഞങ്ങളുടെ വണ്ടർ കിഡ്സിൻ്റെ സ്പെഷ്യൽ പ്രോഗ്രാംസ് ഉണ്ട്. ഇന്നും വളരെ സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ട്. കൈകളൊക്കെ അടിച്ച് അവരെ ഇതിനു വേണ്ടി വെൽക്കം ചെയ്യാം. അവരോടൊപ്പം നമുക്കും ആരാധിക്കാം, സന്തോഷിക്കാം. എനിക്കൊന്ന് നമ്മുടെ LKG പഠിക്കുന്ന കുഞ്ഞുങ്ങൾ മുതൽ നമ്മുടെ സൺഡേ സ്കൂൾ ജോയിൻ ചെയ്യാം. സാധാരണ നമ്മുടെ ജൂൺ മുതലാണ് പുതിയ സൺഡേ സ്കൂളിന്റെ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ഇതിനിടയിൽ വന്നൊരു വ്യക്തിയാവാം, ന്യൂ കമർ ആകാം. പക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ വണ്ടർ കിഡ്സിലേക്ക് വെൽക്കം ചെയ്യുന്നു. അടുത്ത അക്കാഡമിക് ഇയറിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഈ സൺഡേ തന്നെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനെ കണ്ട് നിങ്ങൾക്ക് പേരുകൾ കൊടുക്കാം, എൻറോൾ ചെയ്യാം. കരങ്ങളടിച്ച് ലെറ്റ്സ് വെൽക്കം അവർ വണ്ടർ കിഡ്സ്. To
നമ്മുടെ വണ്ടർ കിഡ്സിൻ്റെ പരിപാടി ഇതോടെ തീരുന്നില്ല. ഇനിയും പുതിയ പുതിയ പരിപാടികളായിട്ട് വണ്ടർ കിഡ്സ് വരുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഒരു സ്പെഷ്യൽ സോങ്ങിന് വേണ്ടി ശിവനെ വെൽക്കം ചെയ്യാം. Mary, did you know that your baby boy one day walk on water? Mary, did you know that your baby boy save our sons and daughters? Did you know that your baby boy has come to make you new? This child that you deliver will soon deliver you. Mary, did you know that your baby boy will give sight to a blind man? Mary, did you know that your baby boy will calm the storm with his hand? Did you know that your baby boy has walked where angels trod? When you kiss your little baby, you kiss the face of God. Mary, did you know? Mary, did you know? Mary, did you know? Mary, did you know? The blind will see, the deaf will hear, the dead will live again. The lame will leap, the dumb will speak, the praises of the Lamb. Mary, did you know? Mary, did you know? Mary, did you know that your baby boy is Lord of all creations? Mary, did you know that your baby boy would one day rule the nation? Did you know that your baby boy is heaven's perfect lamb? The sleeping child you're holding is the great I am. Mary, did you know? Oh, Mary, did you know? Oh, Mary, did you know? Mary, did you know? എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. എൻ്റെ പേര് നിങ്ങളെന്താ വിളിക്കണേന്ന് അറിയത്തില്ല. എന്തായാലും എന്നെ ക്രിസ്മസ് അപ്പൂപ്പാന്ന് വിളിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു ചെറിയൊരു കഥയാണ്. കഥ എന്ന് പറയുന്നതിനേക്കാളും നല്ലത് നമുക്കെല്ലാം ചെയ്യാൻ പറ്റിയ ഒരു ചെറിയൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? മഞ്ഞു പെയ്യുന്ന ഒരു ക്രിസ്മസ് രാവ്. അങ്ങകലെ നിന്നും ഒരു കരോൾ ഗാനം കേൾക്കുന്നു.
എൻ്റെ ആട്ടിടന്മാരിറങ്ങി ഓടി. അവൻ്റെ ഒരു യൂത്ത് പാട്ട്, നല്ല പാട്ടറാ. എടാ എന്നാ പിന്നെ മാറ്റിയേക്ക് സാരമില്ല പോട്ടെ. കണ്ണും കണ്ണും കാത്തിരുന്നു ആ ക്രിസ്മസ് കരോൾ നേരെ ചെന്നത് സണ്ണിച്ചേൻ്റെ വീട്ടിലേക്കാണ്. ആ കരോൾ നയിക്കുന്നതോ സാക്ഷാൽ ചേമരം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ എക്കാലത്തെ നേതാവ് ജോസ് താമരാച്ചൻ. സണ്ണേ, ആ ജോസേ, എടാ നീ തന്നെയാണ് ഈ പ്രാവശ്യം? എന്ത് ചോദ്യം ഏട്ടാ, ചത്താലി സ്ഥാനം ആർക്കും വിട്ടുകൊടുക്കില്ല. വേണ്ടട്ടാ. ആ അതൊക്കെ പോട്ടെ, എന്താടാ പിള്ളേരെ പരിപാടി? കരോളൊക്കെ തകർക്കുകയാണല്ലോ. പിന്നല്ല, കൊറോണ ഒക്കെ കഴിഞ്ഞ് കിട്ടുന്ന ക്രിസ്മസ് അല്ലേ? വേൾഡ് കപ്പിന്റെ കട്ടൗട്ടൊക്കെ കണ്ടില്ലേ? അതിനെവിടെ കൊറോണ കഴിഞ്ഞ് പിന്നാലെ വരുന്നുണ്ടെന്നാ ന്യൂസ് പറയുന്നത്. അതെ, ഇതിന്നൊക്കെ കിട്ടുന്ന പൈസ എന്ത് ചെയ്യാനാ പുറപ്പാട്? അതൊക്കെ ഉണ്ട്. ക്ലബ് ഒന്ന് ശക്തിപ്പെടുത്തണം, പിന്നെ ഒന്ന് അടിച്ചു പൊളിക്കണം, അതൊക്കെ തന്നെ. അതൊക്കെ കൊള്ളാം. അതെ, ശരിക്കും ഈ ക്രിസ്തുമസ് എന്താ? നീ പറടാ. ആ അത് കൊള്ളാം. എടാ പിള്ളേരെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. അത് യേശു ജനിച്ച ദിവസമല്ലേ? അങ്ങനെയും പറയാം. എന്നാലും വേറെന്തെങ്കിലും പറയാനുണ്ടോ? എടാ പിള്ളേരെ, എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ. ജോസേ, നീയും കൂടെ കേട്ടോ. അതെ, നാമെല്ലാം പാപികളായിരുന്നു. ഈ പാപം നിറഞ്ഞ ലോകത്തിൽ തൻ്റെ മക്കളെ നേടുവാൻ യേശു ഈ ഭൂമിയിൽ ജനിച്ചു. അവസാനം സകല പാവങ്ങളും വഹിച്ച് മരിച്ചു. നമുക്ക് ജയം നൽകിക്കൊണ്ട് 3-ാം ദിവസം ഉയർത്തു. ഇതൊന്നും അറിയാതെ കുറേ നക്ഷത്രവും ലൈറ്റും തൂക്കി വെറുതെ ക്രിസ്മസ് ആഘോഷിക്കല്ലേ എൻ്റെ മക്കളെ. എടാ പിള്ളേരെ, ഞാനൊരു അഭിപ്രായം പറയാം. ഈ പ്രാവശ്യം നിങ്ങളുടെ ക്ലബിന് ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ? എന്താ സണ്ണി പറ. അതെ, ആരോരുമില്ലാതെ ഒരു ക്രിസ്മസും ഒരു വിഷുവും ഒരു റംസാനും ആഘോഷിക്കാൻ പറ്റാത്ത ഒട്ടനവധി കുഞ്ഞുങ്ങൾ നമ്മുടെ തെരുവിലുണ്ട്. അവർക്കൊരു ചെറിയ സമ്മാനം നൽകിയാലോ? സമ്മാനത്തിൻ്റെ തുകയിലല്ല കേട്ട കാര്യം, അത് നൽകുന്ന മനസ്സാണ് പ്രധാനം. എന്ത് പറയുന്നു? എന്താ മക്കളെ, നമുക്കങ്ങ് ചെയ്താലോ? അങ്ങനെ പാട്ടും പാടി വന്ന കൂട്ടർ അടുത്ത വീട്ടിലേക്ക് പോകുമ്പോൾ ആദ്യം വന്നതുപോലെ അല്ല കേട്ടോ. പിന്നെ ചില നല്ല ലക്ഷ്യങ്ങൾക്കായി കരോൾ ഗാനം ആലപിച്ചുകൊണ്ടേയിരുന്നു. ആ കൂട്ടത്തിൽ ഡ്രം കൊട്ടിയിരുന്ന പൊടിമീശക്കാരൻ ചോദിച്ചു, അതെ, സത്യത്തിൽ സണ്ണിച്ചേട്ടനാണോ സാന്താക്ലോസ്? നമ്മുടെ യൂത്ത് അൺലിമിറ്റഡിന് നല്ലൊരു കൈയടി കൊടുക്കാം. ആമേൻ. ക്രിസ്മസ് ഈസ് ഓൾ അബൌട്ട് ജീസസ്, ഗിവിങ് ഗിഫ്റ്റ്സ്, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക. ആമേൻ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാസ്റ്ററേയും ഷമാൻഡിയെയും നമുക്ക് കരങ്ങളടിച്ച് വെൽക്കം ചെയ്യാം ഇന്നത്തെ ശുശ്രൂഷകൾക്കായി. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ലൈറ്റ് ഓൺ ആക്കുക മക്കളെ, ആളുകളെ കാണട്ടെ. വെളിച്ചമുണ്ടാകട്ടെ കൽപ്പിച്ച എല്ലാവരും. ഉണ്ടായി, വെളിച്ചമുണ്ടായി. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. ഹല്ലേലൂയ. കരോള് കണ്ടു ഹല്ലേലൂയ പറയാൻ മറന്നുപോയോ? ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. അടുത്ത് നിൽക്കുന്ന ആളോട് പറയാം ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. 3-4 പേരോട് പറഞ്ഞു. കുറച്ച് നടന്നൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല. പ്രൈസ് ഗോഡ്. ഇതെല്ലാം കൂടി കണ്ടപ്പോൾ എൻ്റെ ഉള്ളിലൊരു തോന്നൽ, ഇന്ന് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു.
Hallelujah. ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടോ? യെസ്. God is going to do something special today. ഇന്ന് കർത്താവ് എന്തൊക്കെയോ പ്രത്യേകമായ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ്. I believe the Lord is going to make this Christmas service memorable. ഇന്നത്തെ ഈ ക്രിസ്മസ് സർവീസ് എന്നും അവസ്മരണീയമായ തരത്തിലേക്ക് കർത്താവ് മാറ്റാൻ പോകുകയാണ്. Something permanent the Lord is going to invest and deposit into your life. നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ചില സ്ഥിരമായ ചില കാര്യങ്ങൾ, എന്നും നിലനിൽക്കുന്ന കാര്യങ്ങൾ, അത് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിക്ഷേപിക്കാൻ പോകുകയാണ്. The Lord is going to make Christmas meaningful and significant in our personal lives. യേശു കർത്താവ് ഈ ക്രിസ്മസ് നിങ്ങളുടെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ അർത്ഥവത്തായിട്ടും ഏറ്റവും ഫലവത്തായുമായ കാര്യമാക്കി തീർക്കാൻ പോകുകയാണ്. Within 15 minutes, that means from 11 o'clock, I believe a big Christmas celebration is going to happen in Calcutta, Blessing Today. അടുത്ത 15 മിനിറ്റിന് ശേഷം, അതായത് 11 മണിക്ക് കൽക്കട്ട ബ്ലെസ്സിംഗ് ടുഡേയിൽ അതിശക്തമായ ക്രിസ്മസ് സെലിബ്രേഷൻ ഇന്ന് നടക്കാൻ പോകുകയാണ്. The first ever Blessing Today Christmas celebration in West Bengal. വെസ്റ്റ് ബംഗാളിൽ ആദ്യമായിട്ട് നടക്കുന്ന ബ്ലെസ്സിംഗ് ടുഡേയുടെ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ ആണത്. I recorded a message for them and I have sent. ഞാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശം റെക്കോർഡ് ചെയ്തു, അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. And well over across Blessing Today families, the Holy Spirit is going to do something really great. ലോകം എമ്പാടുമുള്ള ബ്ലെസ്സിംഗ് ടുഡേ കുടുംബങ്ങൾക്കകത്ത് ദൈവം എന്തൊക്കെയോ അമേസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുകയാണ്. Amen. Amen. Before I get into the word, I would like to pray for today's special sponsors. ഇന്നത്തെ പ്രത്യേക സ്പോൺസേഴ്സിന് വേണ്ടിയിട്ട് ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ആദ്യത്തെ സ്പോൺസർ സുഭദ്ര മുളന്തുരുത്തിയിൽ നിന്ന്. നമുക്ക് ചേർന്ന് ഹാർട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാം. കൊച്ചുമക്കളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാനായി കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ ദൈവിക അനുഗ്രഹങ്ങളും ദൈവിക സന്തോഷവും ഉണ്ടാകാനായി പ്രാർത്ഥിക്കുന്നു. ദേശത്തൊരു വലിയ ഉണർവുണ്ടാകേണ്ടതിന് കൈകൾ ഉയർത്തി സുഭദ്രയോട് ചേർന്ന് ഞങ്ങൾ ഈ സമയത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിരിക്കുന്നു. Amen. Hallelujah. അടുത്തത് എറണാകുളത്ത് നിന്ന് ഗിരിജ ചന്ദ്രനാണ്. താങ്ക് യു സിസ്റ്റർ ഗിരിജ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, മകൻ ഗിരീഷ് ചന്ദ്രന്റെ വിവാഹം എത്രയും വേഗം നടക്കാൻ എല്ലാവരും കൈകൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഈ വരുന്ന വർഷം ആ ഭവനം ഒരു വിവാഹ ഭവനമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹം നടക്കാത്ത ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെ വിവാഹം നടക്കുവാൻ വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ഞങ്ങൾ അതിനായി കൂടെ പ്രാർത്ഥിക്കുന്നു. ഈ വരുന്ന ദിവസങ്ങളിൽ ബ്ലെസ്സിംഗ് ടുഡേയിൽ അങ്ങനെ കർത്താവ് വിവാഹങ്ങൾ നടക്കുന്ന തരത്തിലുള്ള അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒപ്പം നയനമോൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവൾ OET എക്സാം പാസ്സാകുവാനും ന്യൂസിലൻഡിൽ ജോലി ലഭിക്കുവാനും സ്വർഗത്തിലെ കർത്താവേ, അങ്ങയുടെ വഴികളും വാതിലുകളും ആ മകൾക്ക് വേണ്ടി അങ്ങ് തുറക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, USA-യിൽ നിന്ന് ജെസ്സി ഇന്നത്തെ സ്പോൺസേഴ്സിൽ ചേർന്നു. ഇന്ന് തൻ്റെ പിതാവിൻ്റെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ. ഗോഡ് ബ്ലെസ് യു. ഡിസംബർ 23-ന് ജെസ്സിയുടെ ജന്മദിനമായിരുന്നു. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ ജെസ്സി. 2022-ൽ കർത്താവ് ഇതുവരെ ദൈവസ്നേഹത്തിൽ നിലനിർത്തിയതിന് നന്ദി പറയുന്നു. ഒപ്പം മകളുടെയും മകൻ്റെയും കൊച്ചുമക്കളുടെയും കുടുംബത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹവും ഉയർച്ചയും ഉണ്ടാകേണ്ടതിന് ഞങ്ങളേവരും ചേർന്ന് ഇവിടെ നിന്നുകൊണ്ട് അമേരിക്കയിൽ ആ കുടുംബത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. അടുത്ത ഒരു സ്പോൺസർ പറവൂർ ബ്ലെസ്സിംഗ് സെന്ററിൽ നിന്നാണ്. സുധി ആൻഡ് രമിത ആണ് ഇന്ന് അത് അവർ സ്പോൺസർ ചെയ്യാൻ ചില പ്രാർത്ഥനാ വിഷയങ്ങൾ അയച്ചിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം അവരുടെ ലോൺ അടച്ചു തീരുവാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം അവർ ആരാധിക്കുന്ന പറവൂർ ബ്ലെസ്സിംഗ് സെന്ററിന് സ്വന്തമായിട്ടൊരു സ്ഥലം ഉണ്ടാകേണ്ടതിന് വേണ്ടി കൂടെ ഞങ്ങൾ ഇപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. Thank you, Jesus. രാജേഷ് കാട്ടാക്കട ഡിസംബർ 18-ന് അലംകൃത സുമേഷിൻ്റെ ജന്മദിനമായിരുന്നു. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ അലംകൃത. ഡിസംബർ 14-ന് അശ്വിൻ സുമേഷിൻ്റെ ജന്മദിനമായിരുന്നു. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം.
ഒരു പുതിയ ഭവനം ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. മാതാവിനും സഹോദര കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും ദൈവിക ആരോഗ്യവും സംരക്ഷണവും ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിച്ച് ഇപ്പോൾ ബ്ലസ് ചെയ്തിരിക്കുന്നു. Amen. അടുത്തത് ഒരു വെൽവിഷനാണ് എറണാകുളത്ത് നിന്ന്. താങ്ക് യു സോ മച്ച്. നമ്മൾക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, തലമുറകളുടെ ജീവിതം കർത്താവിനാൽ പണിയപ്പെടുവാൻ അപ്പ അങ്ങ് അത്ഭുതങ്ങൾ അവരുടെ തലമുറയിൽ കർത്താവ് ചെയ്യണമേ. അവരുടെ ഭവനത്തിൽ എല്ലാവരും കർത്താവിനായിട്ട് നിലനിൽക്കുവാൻ, അവരുടെ യാത്രയിൽ ദൈവിക സംരക്ഷണം ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്മസ് ദിനത്തിൽ എല്ലാവരുടെയും ഹൃദയത്തിൽ ലോകരക്ഷകൻ ജനിക്കുന്ന ആ സുവിശേഷത്തിന്റെ ഒരു വിപ്ലവം കർത്താവെ ഉണ്ടാകേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബ്ലെസ്സിംഗ് ടുഡേ ഫാമിലിയെ നയിക്കുന്ന പാസ്റ്റർ ഡാമിയൻ ഫാമിലി, അവരെ ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ബ്ലെസ്സിംഗ് ടുഡേയുടെ ലീഡർഷിപ്പിനെ ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു വെൽവിഷർ കൂടെ ഉണ്ട് എറണാകുളത്ത് നിന്ന്, നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. തൻ്റെ കിഡ്നി നോർമലായി പ്രവർത്തിക്കുവാൻ, ക്രിയാറ്റിൻ ലെവൽ നോർമലാകാൻ, കാലിൻ്റെ മരവിപ്പ് സൗഖ്യമാകാൻ, മകൻ്റെ മദ്യപാനവും പുകവലിയും പൂർണ്ണമായി മാറാൻ രക്ഷയുടെ മാർഗത്തിലേക്ക് വരും. ഒന്ന് കൈയുയർത്തി ഒന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ആത്മാർത്ഥമായി അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതൽ ഈ നിമിഷം മുതൽ ഉണ്ടാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. അടുത്തൊരു സ്പോൺസർ ഉണ്ട് നമുക്ക്. ഇന്ന് ആ സ്പോൺസർ വളരെ പ്രത്യേകതയുണ്ട്. ഞാൻ വായിക്കാം, നല്ലത്. USA നിന്ന് അലക്സാണ്ടർ മാത്യൂസ് ആൻഡ് സുനു അലക്സാണ്ടർ ഇന്ന് അവരുടെ 25ാമത്തെ വിവാഹ വാർഷികമാണ്. സിൽവർ വെഡിങ് ആനിവേഴ്സറി. കാലിഫോർണിയയിൽ ആണ് അവർ ഉള്ളത്. കുറച്ച് നാൾ മുമ്പ് അദ്ദേഹം ഇവിടെ സ്റ്റേജിൽ ഉണ്ടായിരുന്നു, ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. ഇന്ന് അവരുടെ സിൽവർ ജൂബിലിയാണ്. ബ്ലെസ്സിംഗ് ടുഡേയുടെ പല മീറ്റിങ്ങുകളും അവരാണ് അവിടെ കോർഡിനേറ്റ് ചെയ്യുന്നത്. കൈ രണ്ടും അങ്ങ് ഉയർത്തി ഇവിടെ നിന്നുകൊണ്ട് അങ്ങ് അനുഗ്രഹിക്കാം. കർത്താവേ, പ്രാർത്ഥിച്ചു. കർത്താവേ, രണ്ടുപേരുടെയും ദാമ്പത്യ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങളിപ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കുക. കഴിഞ്ഞ 25 വർഷങ്ങൾ ദൈവമേ, നീ അവരെ കൊണ്ടുപോയ വഴികൾ ഞങ്ങൾ ഓർക്കുകയാണ്. കർത്താവേ, അങ്ങ് എത്ര വലിയ ദൈവം, അങ്ങ് അത്ഭുതങ്ങൾ ചെയ്ത ദൈവം, നടത്തിയ ദൈവം, നന്ദി പറയുന്നു. കർത്താവേ, കൂട്ടത്തിൽ നിന്ന് ദാനമായി കൊടുത്ത ജോയലിന് വേണ്ടി, ജേക്കബിന് വേണ്ടി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സുനുവിന്റെ ജോലി അനുഗ്രഹിക്കപ്പെടട്ടെ. ഇപ്പോൾ ശാരീരികമായിട്ട് ചില അസുഖങ്ങളുണ്ടല്ലോ, യേശുവിന്റെ നാമത്തിൽ അതിനകത്തുനിന്ന് പരിപൂർണ സൗഖ്യമുണ്ടാകട്ടെ. ദൈവിക ആരോഗ്യത്തിലേക്ക്, ദൈവിക വാഗ്ദത്തത്തിലേക്ക്, ഈ പുതിയ 25ാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോൾ കർത്താവ് അവരെ അനുഗ്രഹിച്ച് കടത്തണമേ എന്ന് ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ചേർന്ന് ആമേൻ പറയാം. ആമേൻ. പ്ലീസ് ബി സീറ്റഡ്. ഹല്ലേലൂയ. Again, before I get into today's special message, I just want to read a few verses from the book of Philippians. ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കുന്നതിന് മുൻപേ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് ചില വേദവചനങ്ങൾ വായിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. Chapter 4 and verse number 14. എല്ലാ പ്രിയപ്പെട്ടവരും ഫിലിപ്പിയ ലേഖനം എടുക്കുക. അതിന്റെ 4-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വചനത്തിലേക്ക് വന്നാലും. This is Paul writing, and he says, "Yet it was good of you to share in my troubles." ഇത് പൗലോസിന്റെ എഴുത്താണ്. പൗലോസ് എഴുതിയിരിക്കുന്നതാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വചനം. എങ്കിലും എൻ്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി. Everybody say fellowship. എല്ലാവരും ചേർന്ന് പറയാമോ? കൂട്ടായ്മ. ഉറക്കെ പറഞ്ഞോ? കൂട്ടായ്മ. ഇന്ന് ക്രിസ്മസ് ആണ്, സ്മാർട്ടായിട്ട് പറ. കൂട്ടായ്മ. Moreover, verse number 15, as you Philippians know in the early days of your acquaintance with the gospel, when I set out from Macedonia, not one church shared with me in the matter of giving and receiving, except you only. ഫിലിപ്പിയരെ, അതിന്റെ 15-ാമത്തെ വചനമാണ്. ഫിലിപ്പിയരെ, സുവിശേഷ ഘോഷണത്തിന്റെ ആരംഭത്തിൽ ഞാൻ മക്കദോനിയയിൽ നിന്ന് പുറപ്പെട്ടാറെ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങൾ പറയുന്നു. എല്ലാവരും പറയാമോ? കൂട്ടായ്മ. പറഞ്ഞേ, കൂട്ടായ്മ. Now Paul is writing about a special kind of fellowship here. ഇവിടെ പൗലോസ് ഒരു പ്രത്യേക തരത്തിലുള്ള കൂട്ടായ്മയെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. This is not breakfast fellowship or lunch fellowship, or this is not a prayer fellowship. This is a fellowship
in giving and receiving. ഇത് ഒരു പ്രഭാത ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മയോ ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മയോ ഏതെങ്കിലും ഒരു വിരുന്നിന് വേണ്ടിയിട്ടുള്ള കൂട്ടായ്മയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയെ കുറിച്ചല്ല, മറിച്ച് കർത്താവിന് വേണ്ടി കൊടുക്കുന്ന ആ ഒരു കൂട്ടായ്മയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. So if you are a part of a family, you have to have different kinds of fellowship. നിങ്ങൾ ഒരു കുടുംബത്തിന്റെ ഭാഗമായി തീരുമ്പോൾ അവിടെ അതിനകത്ത് നിങ്ങൾക്ക് വ്യത്യസ്തമായ കൂട്ടായ്മകളിൽ പങ്കാളികളാകേണ്ട ആവശ്യകതയുണ്ട്. Shout out, hallelujah. മനസ്സിലാവുന്നൊരു ഹല്ലേലൂയ പറയാമോ? So Paul plainly he is writing in the matter of giving and receiving, or in the matter of giving for the kingdom of God or for the gospel, you showed a fellowship. ഇവിടെ പൗലോസ് കൊടുക്കുവാങ്ങലുകളുടെ കാര്യത്തിൽ ദൈവരാജ്യത്തിനകത്ത് കർത്താവിന്റെ നാമത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ ആ സഭയ്ക്കുള്ള പങ്കാളിത്തത്തെ കുറിച്ച് ഇവിടെ പൗലോസ് പരാമർശിക്കുകയാണ്. And then in verse number 16 he says, for even when I was in Thessalonica, you sent me aid more than once when I was in need. അതിന്റെ 4-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വചനത്തിൽ തെസ്സലോനിക്കയിലും എൻ്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ 1-2 വട്ടം അയച്ചു തന്നുവല്ലോ. Many times in some mission stations, Paul himself was working, or he was engaged in some job, tent making business, and he was earning money. പൗലോസ് ചില പ്രത്യേക പ്രദേശങ്ങളിൽ സുവിശേഷ ഘോഷണത്തോടനുബന്ധിച്ച് ദൈവവേലയോടനുബന്ധിച്ചായിരുന്ന സമയത്ത് സ്വയം പണമുണ്ടാക്കുവാൻ വേണ്ടി ടെന്റ് മേക്കിംഗ് അഥവാ കൂടാരപ്പണിയുടെ ബിസിനസ് താൻ നടത്തി അതിലൂടെ തനിക്കുള്ള പണത്തെ താൻ കണ്ടെത്തുമായിരുന്നു. But he was not doing it everywhere. എന്നാൽ എല്ലായിടത്തും പൗലോസ് അങ്ങനെയല്ല ചെയ്തിരുന്നത്. He depended upon the generous contribution of different local churches. എന്നാൽ ചിലയിടങ്ങളിൽ ആ ലോക്കൽ സഭയുടെ ഔദാര്യമായി കൊടുക്കുന്ന ആ കാര്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം തന്നെ വിധേയപ്പെടുത്തിയിരുന്നു. Verse number 17, not that I desire your gifts, what I desire is that more be credited to your account. ഇനി അതിന്റെ 17-ാമത്തെ വചനം പറയുന്ന ഇപ്രകാരമാണ്, ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല, നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലമത്രേ ആഗ്രഹിക്കുന്നത്. Meaning, when he gives financial help for the ministry of the Lord, what happens is that amount will be credited in your account, not in the church, but in heaven, in your account book in heaven. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം ഇപ്രകാരമാണ്, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കർത്താവിന്റെ കണക്കിലേക്കെന്ന നിലയിൽ നാം പണം കൊടുക്കുമ്പോൾ സംഭവിക്കുന്ന അതിന്റെ അക്കൗണ്ട് സഭയുടെ കണക്ക് പുസ്തകത്തിലല്ല, മറിച്ച് സ്വർഗത്തിൽ അതിന്റെ കണക്കുകൾ കൃത്യമായി അവൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. Of course, in churches they have a financial system and accounting system, but remember there are account books in everybody's name in heaven, according to this verse. നിശ്ചയമായിട്ടും ഓരോ സഭകൾക്കും വ്യക്തമായ വരവ് ചെലവ് കണക്കുകളുടെ കാര്യങ്ങളും കണക്കുകളും അക്കൗണ്ട് ബുക്കുകളും എല്ലാം ഉണ്ടായിരിക്കും. അതൊരു ഭാഗത്ത് ശരിയാണെങ്കിൽ കൂടിയും ദൈവനാമത്തിനു വേണ്ടി ദൈവമക്കൾ കൊടുക്കുമ്പോൾ അതിന്റെ മുഴുവൻ കണക്കും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും സ്വർഗത്തിൽ അത് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. And without any shadow of doubt, I just want to declare that our God is a rewarder and he is not a debtor to anyone. ഞാൻ വളരെ ധൈര്യസമേതം ഒരു കാര്യം നിങ്ങളുടെ മുൻപാകെ അനൗൺസ് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ദൈവം ആർക്കും കടക്കാരനല്ല, മറിച്ച് അവന് വേണ്ടി ചെയ്യുന്നവർക്ക് അവൻ പ്രതിഫലം വിഭാഗിച്ചു കൊടുക്കുന്നവനാണ്. There are different kinds of riches that will come to people's hand. വ്യത്യസ്തമായിട്ടുള്ള ധനം സാധാരണ ജനങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരാറുണ്ട്. You can labor, you can work hard, you can do business, you can invest in share market and you can make money. നിങ്ങൾക്ക് വളരെ കഠിനമായിട്ട് അധ്വാനം ചെയ്തുകൊണ്ട് വളരെ ജോലികൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ പണം പലയിടങ്ങളിലും നിക്ഷേപിച്ചുകൊണ്ട് ഒക്കെ നിങ്ങൾക്ക് ധനം സമാഹരിക്കാൻ സാധിക്കും. But in the book of Proverbs it says, it is through the blessing of the Lord that riches come into your life that will last.
ഹല്ലേലൂയ. എന്നാൽ സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം പറയുന്നത് നമ്മുടെ അധ്വാനത്തെക്കാൾ അപ്പുറം ദൈവത്തിന്റെ അനുഗ്രഹത്താൽ, യഹോവയുടെ അനുഗ്രഹത്താൽ അല്ലോ നമുക്ക് സമ്പത്തുണ്ടാകുന്നത്, അതും നിലനിൽക്കുന്ന സമ്പത്തുണ്ടാകുന്നത്. When that kind of riches come to your life, he adds no trouble to it. അത്തരത്തിലുള്ള സമ്പത്തുണ്ടാകുമ്പോൾ ബൈബിൾ പറയുന്നു അതിനോടൊപ്പം സങ്കടങ്ങൾ, വേദനകൾ കൂട്ടിച്ചേരുന്നില്ല. Hallelujah. Hallelujah. So Paul says, I am not desiring your gifts, but my desire is that this will be credited to your account so that the heaven can reward you. ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് പറയുന്നത് എനിക്ക് നിങ്ങളിൽ നിന്ന് ദാനം കിട്ടണം എന്നുള്ളതല്ല എൻ്റെ ആഗ്രഹം, മറിച്ച് നിങ്ങൾ കർത്താവിന് വേണ്ടി കൊടുക്കുമ്പോൾ നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഒരു വലിയ പ്രതിഫലം സ്വർഗ്ഗത്തിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതിന് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. This is what Paul says. ഇതാണ് പൗലോസ് പറയുന്നത്. I did not write this. This is the word of God. ഞാനല്ല ഇത് എഴുതിയത്, ദൈവത്തിന്റെ വചനമാണ്. Now always remember, the devil does not like you to be blessed. എല്ലായ്പ്പോഴും മനസ്സിലാക്കുക, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയുണ്ട്, അത് പിശാചാണ്. The greatest investment anybody on earth can make is for the gospel, according to Mark chapter 10. ഞാൻ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അനുസരിച്ചിട്ട് ഞാൻ പറയട്ടെ, ഈ ലോകത്തിൽ നിങ്ങൾക്ക് നടത്താൻ സാധിക്കുന്ന പ്രതിഫലം കൂടുതലുള്ള ഏറ്റവും വലിയ നിക്ഷേപം ഏതാണ്? ഞാൻ പറയട്ടെ, അത് സുവിശേഷത്തിന് വേണ്ടി കൊടുക്കുന്നതാണ്. Because Jesus said, if you give for the gospel, I will give you 100-fold. കാരണം യേശു പറഞ്ഞു, നിങ്ങൾ സുവിശേഷത്തിന് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ 100 മടങ്ങായി ഞാൻ നിനക്ക് തിരികെ തരും. Can you show me any investment company in the whole world, any MNC, any corporate, any company, any commercial institution that will give you return 100-fold? ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനി, ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് കമ്പനി, ഏതെങ്കിലും ഇത്തരത്തിൽ ധനം വിനിമയം നടത്തുന്ന ഏതെങ്കിലും സ്ഥാപനങ്ങൾ 100 മടങ്ങായിട്ട് നിക്ഷേപിക്കുന്നതിന്, തിരികെ കൊടുക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടോ? This is the offer of our Lord Jesus. ഇത് യേശുവിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഓഫറാണ്. Again, let me tell you, the Gospel of Mark is written by Mark, not me. മർക്കോസിന്റെ സുവിശേഷം എഴുതിയിരിക്കുന്ന മർക്കോസ് ആണ്, ഞാനല്ല. And it is the word of God. അത് ദൈവത്തിന്റെ വചനം കൂടിയാണ്. And the heaven and earth will pass away, but the word of God will never pass away. ഈ ലോകം ഭൂമിയും സകലതും മാറിപ്പോയാലും ദൈവ വചനത്തിന് ഒരിക്കലും മാറ്റമില്ല. By the grace of God, I am serving in this family as a pastor. ദൈവത്തിന്റെ കൃപയാൽ നമ്മളായിരിക്കുന്ന ഈ കുടുംബത്തെ ഒരു പാസ്റ്റർ എന്ന നിലയിൽ ഞാൻ സേവിക്കുകയാണ്. And God gave me a grace to give more than many believers, personally, into the ministry. Personally, I know. എന്നാൽ ഇവിടെയുള്ള പലരെക്കാളും അധികമായിട്ട് ഈ മിനിസ്ട്രീസിനകത്തോട്ട് കൂടുതൽ കൊടുക്കുവാൻ സർവശക്തനായ ദൈവം എന്നെ ശക്തീകരിച്ചിട്ടുണ്ട്. Number one, I have given my life. ഒന്നാമതായിട്ട് ഞാൻ എൻ്റെ ജീവിതം തന്നെ കൊടുത്തു കർത്താവിന്. I have given my life. ഞാൻ എൻ്റെ ജീവിതം I കർത്താവിന്. tell you, I have given my whole life. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ യേശുവിനായി കൊടുത്തു. So I have invested my life. എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ യേശുവിന് വേണ്ടി നിക്ഷേപിച്ചു, ദൈവരാജ്യത്തിന് വേണ്ടി നിക്ഷേപിച്ചു. I cannot run away from this. അതിൽ നിന്ന് എനിക്ക് ഒരിക്കലും പുറത്തേക്ക് ഓടി God has appointed me here to tend his sheep, take care of his sheep. Amen. ദൈവം എന്നെ നിങ്ങളുടെ നടുവിൽ ആക്കി വെച്ചിരിക്കുന്ന അവന്റെ ആടുകളെ, ദൈവത്തിന്റെ ആടുകളെ പരിപാലിക്കുവാൻ വേണ്ടി, നിങ്ങളെ ഓരോരുത്തരും പരിപാലിക്കുവാൻ വേണ്ടിയിട്ടാണ്. Blessing Today Ministries is not run by foreign currency. Blessing Today Ministries ഏതെങ്കിലും ഒരു ഫോറിൻ കറൻസി കൊണ്ട് നടത്തപ്പെടുന്ന ഒരു പ്രസ്ഥാനമല്ല. It is our sweat and blood. ഇത് നമ്മുടെ വിയർപ്പും അധ്വാനത്തിന്റെ ഫലമാണ്. We can be proud about it. അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ Blessing Todayയിലെ ഓരോ വിശ്വാസികൾക്കും അഭിമാനമുളവാകണം. I have a desire in the years to come, we should give to the nations of the world. എൻ്റെ ഹൃദയത്തിനകത്ത് ഒരു താല്പര്യമുണ്ട്. ബ്ലെസ്സിംഗ് ടുഡേ കുടുംബാംഗങ്ങളെ നമ്മൾ വരും കാലങ്ങളിൽ രാജ്യങ്ങൾക്ക് വേണ്ടി, ഗവൺമെന്റുകൾക്ക് വേണ്ടി കൊടുക്കുന്ന തലത്തിലേക്ക് ദൈവം നമ്മെ ഉയർത്താൻ പോകുകയാണ്. I prophesy over you, great financial freedom is coming for the children of God. Hallelujah. ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയട്ടെ, പ്രവചിക്കട്ടെ, ദൈവ മക്കൾക്ക് വേണ്ടി അതിശക്തമായ സാമ്പത്തിക
ദൈവിക സ്വാതന്ത്ര്യം വരുന്ന ദിവസങ്ങളിൽ ദൈവം ചെയ്യാൻ പോകുകയാണ്. I was ministering in Lucknow in a pastor's conference. There was a great move of the Holy Spirit, and the Holy Spirit announced something. God is going to bless the church in India. The church in India is to come to the top, and as a governing body, the church will have the final say in the atmosphere of India. ചില ദിവസങ്ങൾക്ക് മുമ്പ് ലക്നൌവിൽ നടന്ന ഒരു പാസ്റ്റേഴ്സ് കോൺഫറൻസിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നിലൂടെ അവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരോട് പ്രവചനാത്മാവിൽ ഒരു കാര്യം വിളിച്ചു പറഞ്ഞു. ഇന്ത്യയുടെ അറ്റ്മോസ്ഫിയർ മാറാൻ പോകുകയാണ്. ഇന്ത്യൻ സഭകളുടെ അന്തരീക്ഷം മാറാൻ പോകുകയാണ്. ലോകം എമ്പാടുമുള്ള കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ ഏറ്റവും വലിയ ഉന്നതമായ തലത്തിൽ ഉന്നതമായ സ്ഥിതിയിൽ ഇന്ത്യൻ സഭകൾ എത്തിച്ചേർന്ന് വിവിധ രാജ്യങ്ങളെ സഹായിക്കുന്ന തലത്തിലേക്ക് ഇന്ത്യൻ സഭകൾ ഉയർത്തപ്പെടാൻ പോകുകയാണ്. Hallelujah. Hallelujah. Now listen to me. This is the demonstration I did in that pastors conference. ആ പാസ്റ്റേഴ്സ് കോൺഫറൻസിൽ നടത്തിയ ഡെമോൺസ്ട്രേഷൻ ഞാൻ അന്ന് Look at ചെയ്തതായിരുന്നു. this is the bottle. ഇതൊരു കുപ്പിയാണ്. And you know that the cap is down. നോക്കുക, ഇതിന്റെ കുപ്പിയുടെ അടപ്പ് ഇപ്പോൾ താഴെയാണ്. And you know that something is wrong. ഇത് തെറ്റാണെന്ന് The നമുക്കറിയാം. way I hold this is wrong. ഞാൻ ഈ പിടിച്ചിരിക്കുന്ന ഈ രീതി തെറ്റായ രീതിയാണ്. Many times the church has gone down, it is at the bottom. പല സമയങ്ങളിലും സഭ എപ്പോഴും ഇങ്ങനെ താഴ്ന്ന ഈ തലത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. But there is going to be a shift in India. എന്നാൽ ഇന്ത്യയിൽ ഒരു തിരിമറി നടക്കാൻ പോകുകയാ. Hallelujah. You know, Hallelujah. in Greek, the word used for church is ecclesia. ഗ്രീക്കിൽ സഭയ്ക്ക് പറയുന്ന പേര് എക്ലീസിയ എന്നുള്ളതാണ്. One of the meaning is this: ecclesia means parliament. എക്ലീസിയ എന്ന് പറയുന്ന വാക്കിന് ഒരു അർത്ഥം പാർലമെന്റ് എന്നുള്ളതാണ്. The church of Jesus is the parliament of God on earth. ഓർക്കുക, യേശുക്രിസ്തുവിന്റെ സഭ എന്നുള്ളത് ഈ ഭൂമിയിൽ ദൈവത്തിന്റെ പാർലമെന്റ് ആണ്. Say it again. Say it again. യേശുക്രിസ്തുവിന്റെ സഭ ഈ ഭൂമിയിൽ ഭരണം നിർവഹണം നടത്തുന്ന അവന്റെ പാർലമെന്റ് ആണ്. Touch somebody and say the church is the parliament of God on earth. Hallelujah. അടുത്തിരിക്കുന്ന 3-4 പേരെ കൈ തൊട്ടിട്ടൊന്ന് പറഞ്ഞേ, സഭ ഈ ഭൂമിയിലെ പാർലമെന്റ് ആണ്. പറഞ്ഞേ, സഭ ഈ ഭൂമിയിലെ ദൈവത്തിന്റെ പാർലമെന്റ് ആണ്. സഭ ഈ ഭൂമിയിലെ ദൈവത്തിന്റെ പാർലമെന്റ് ആണ്. Now, this is what the Holy Spirit is going to do. ഇതാണ് പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുന്ന കാര്യം. You know that this cap is very small now. നിങ്ങൾക്കറിയാം ഈ ക്യാപ്പ് ഇപ്പോൾ വളരെ ചെറുതാണ്. Hello, this cap is very small. ഇതിനെ മൂടി നോക്കിക്കേ, വളരെ ചെറുതാ. It could be a minority now. ഇപ്പോൾ ഇതൊരു പക്ഷേ ഒരു ന്യൂനപക്ഷമായിരിക്കാം. But this is what the Holy Spirit is going to do. എന്നാൽ പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുന്ന കാര്യം ഇതാണ്. He is going to turn it around. കർത്താവ് ഇതിനെ ഒന്ന് തിരിച്ചു മറിച്ചു പിടിക്കാൻ പോകുകയാ. The church has the ruling authority. ഹല്ലേലൂയ. സഭയ്ക്ക് അധികാര നിർവഹണം നടത്തുന്ന തലത്തിലേക്ക് Because you and I, we carry the name above all names. ഞാനും നിങ്ങളും സകല നാമത്തിനും മേലായ ആ നാമം വഹിക്കുന്നവരാണ്. There is no name above the name of Jesus. യേശു എന്ന നാമത്തിന്റെ മുകളിൽ കയറി നിൽക്കാൻ ചങ്കൂറ്റമുള്ള ഒരൊറ്റ നാമവുമില്ല. There is no name above the name of my Savior. എന്റെ രക്ഷകന്റെ നാമത്തിന് മുകളിൽ ചവിട്ടി കയറാൻ ചങ്കൂറ്റമുള്ള ഒരു നാമവുമില്ല. There is no name above the name of my Lord. ഹല്ലേലൂയ. സകല നാമത്തിനും മേലായ നാമം ചാടി എഴുന്നേറ്റ് യേശുവേ. I think this is the real Christmas celebration. ഇതാണ് യഥാർത്ഥ ക്രിസ്മസ് സെലിബ്രേഷൻ. This is the Christmas celebration. ഇതാണ് യഥാർത്ഥ ക്രിസ്മസ് സെലിബ്രേഷൻ. Come on, somebody shout hallelujah to the King of Kings, the Lord of Lords. ശബ്ദമുയർത്തി രാജാതി രാജാവിനെ കർത്താതി കർത്താവിന്. ഓ റഷകബബബബബബബ. പാടുവാണെങ്കിൽ ചൊവ്വ നേരെ പാടണം, അഭിമാനത്തോടെ പാടണം. You should mean it. Come on. അധികാരമുള്ള
അധികാരമുള്ള അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ അധികാരമുള്ള നാമമേ. പതിനായിരങ്ങളിൽ സുന്ദരനേ, ശാരോനിൻ രോജാം. പതിനായിരങ്ങളിൽ സുന്ദരനേ, ശാരോനിൻ രോജാവേ. പതിനായിരങ്ങളിൽ ഓ ശാരോനിൻ രോജാവേ. പതിനായിരങ്ങളിൽ ശാരോനിൻ രോജാവേ. അങ്ങേക്കു തുല്യനായ അങ്ങേക്കു തുല്യനായി ഓ എന്റെ യേശുവിനു തുല്യനായ യേശു മാത്രം. എന്റെ യേശുവിനു തുല്യനായ യേശു. ഓ യേശുവിനു തുല്യനായ യേശു മാത്രം. ഓ യേശുവിനു തുല്യനായ യേശു മാത്രം. Listen to me. The Holy Spirit says today, just as I showed you the bottle coming up, the Holy Spirit says He's changing your priorities this morning. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വീണ്ടും ഒരു കാര്യം പറയുക. ആ ബോട്ടിൽ താഴെ നിന്ന് ആ അടപ്പ് മുകളിലോട്ട് വന്ന് തിരിഞ്ഞു വന്നതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ക്രിസ്മസ് ദിനത്തിലുണ്ടല്ലോ, നിങ്ങളുടെ മുൻഗണനകൾ മാറാൻ പോകുകയാണ്. Jesus will be at the top. യേശു നിങ്ങളുടെ മുകളിൽ വരാൻ പോകുന്നു. In your family, the Appachan, the Karnava will not be at the top. The top person, the head of the family will be the Lord Jesus. The Lord Jesus is the head of every family. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബത്തിന്റെ നാഥൻ എന്ന് പറയുന്നത്, തലവൻ എന്ന് പറയുന്നത് വീട്ടിലെ അപ്പച്ചനല്ല, കാരണവനല്ല. ആരെങ്കിലും അധികാര സ്ഥാനത്തിരിക്കുന്നുണ്ടെങ്കിൽ അവരല്ല, മറിച്ച് രാജാതി രാജാവായവൻ, കർത്താതി കർത്താവായവൻ, യേശു തമ്പുരാൻ. सबसे ऊंचा है यीशु तेरा नाम. Can I tell you something? Can I tell you something? Jesus, in heaven, Jesus was worshipped by 1,000 upon 10,000 upon million upon billion upon trillion upon angels. ഹല്ലേലൂയ. യേശു കർത്താവ് സ്വർഗത്തിൽ ആയിരുന്നപ്പോൾ ഓർക്കുക, അവൻ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന്, കോടാനുകോടിക്കണക്കിന് ദൂതന്മാരാൽ ആരാധിക്കപ്പെട്ടവനാണ്. But when he came into this world in Bethlehem, എന്നാൽ അവൻ അവിടെ നിന്നാണ് ബേത്ലഹേം എന്ന് പറയുന്ന ലോകത്തിലെ ഒരു ചെറു പട്ടണത്തിലേക്ക് വന്നത്. an innkeeper had the privilege to host a pregnant woman. ഇവിടെ ഒരു സത്രത്തിന്റെ ഉടമസ്ഥന് ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീക്ക് ആതിഥ്യം അരുളുവാനുള്ള ഭാഗ്യമുണ്ടായി. But the censusing was going on. അവിടെ കണക്കെടുപ്പ്, ജനനസംഖ്യയുടെ കണക്കെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. In his hotel, all the rooms were booked. ആ സമയത്ത് ആ ഹോട്ടലിൽ, ആ സത്രത്തിൽ സകല മുറികളും ബുക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരുന്നു. Now Joseph and Mary are at the reception counter. ഇപ്പോൾ ജോസഫും മറിയയും റിസപ്ഷൻ കൗണ്ടറിൽ Are നിൽക്കുകയാണ്. you listening to me? നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് The കേൾക്കുന്നുണ്ടോ? innkeeper said, ഇപ്പോൾ ആ സത്ര ഉടമസ്ഥൻ പറഞ്ഞു, no room here. ഇവിടെ റൂമൊന്നുമില്ല, Go. പൊക്കോ, No room here. ഇവിടെ മുറിയൊന്നുമില്ല, I'm having a great business. എനിക്കിവിടെ നല്ല ബിസിനസ് ഇപ്പൊ This തന്നെയുണ്ട്. is the time of great business.
business എനിക്ക് here. നല്ല ബിസിനസ് കിട്ടിയിരിക്കുന്ന നല്ല Go, go, സമയം. go. അതുകൊണ്ട് പോ ഇവിടെ മുറിയൊന്നുമില്ല. Now Joseph is pleading. ഇപ്പോൾ ജോസഫ് അവിടെ യാചിക്കുകയാണ്. My wife is pregnant. എന്റെ ഭാര്യ പ്രഗ്നന്റാ. Full term. മുഴുവൻ ഗർഭാവസ്ഥയിലാ. Any time she can deliver. ഏത് സമയത്ത് അവൾ പ്രസവിച്ചേക്കും. Please, I give you double. ഓ ദയവായിട്ട് ഞങ്ങൾക്ക് ഒരു മുറി തരൂ, ഞാൻ വേണമെങ്കിൽ ഇരട്ടി പണം നൽകാം. Hey guy, I told you there is no room here. എടോ തന്നോടല്ലേ പറഞ്ഞു ഇവിടെ മുറിയൊന്നുമില്ലെന്ന്. At least on humanitarian grounds, on compassion grounds, he could give his own room. സത്യം. At least she's a pregnant lady. At least after the delivery, they could go. Just for the delivery. Just for the delivery time. Yes. He could give some room in some corner. He didn't. He missed Christ. ഓർക്കുക, ആ സത്ര ഉടമസ്ഥന് ഒരു മനുഷ്യത്വം പരിഗണിച്ചുകൊണ്ട്, കാരണം പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന പ്രസവത്തിന് വേണ്ടി സമയമെടുത്തിരിക്കുന്ന ആ സ്ത്രീയെ കണ്ടുകൊണ്ട് ഏത് മനുഷ്യനും തോന്നും ആ മനുഷ്യത്വത്തെ പരിഗണിച്ചുകൊണ്ട് അവന്റെ മുറിയെങ്കിലും കുറച്ച് മണിക്കൂർ സമയത്തേക്ക് അവന് വിട്ടുകൊടുക്കാമായിരുന്നു. എന്നിട്ടും ആ യേശുവിന്റെ വരവിനെ അവൻ സ്വീകരിക്കാൻ തയ്യാറാകാതെ അതിനെ വിട്ടുകളഞ്ഞു. He missed the golden opportunity. അവന് ലഭിച്ച ആ വലിയ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അവന് നഷ്ടമായി പോയി. Why? Because of his business. എന്തുകൊണ്ട്? അവന്റെ ബിസിനസ്സിലുള്ള അവന്റെ കണ്ണുകൊണ്ട്. Even today, Christmas season is the greatest time of business. ഇന്നും ക്രിസ്മസ് സീസൺ എന്ന് പറയുന്ന ബിസിനസ് ഏറ്റവും നടക്കുന്ന ഒരു കാലഘട്ടമാണ്. All people are looking forward to the Christmas season for the best business. എല്ലാ ആളുകളും ബിസിനസ് ചെയ്യുന്നവർ ക്രിസ്മസ് സീസൺ ഏറ്റവും നല്ല ബിസിനസ് നടത്താവുന്ന സമയമായി കാണുന്ന സമയമാണ്. Greeting card business. ഗ്രീറ്റിംഗ് കാർഡ് ബിസിനസ്സുകൾ, Cake business. കേക്ക് ബിസിനസ്സുകൾ, Costume business. അതുപോലെ ഡ്രസ്സിന്റെ ബിസിനസ്സുകൾ, Christmas tree business. ക്രിസ്മസ് ട്രീ ബിസിനസ്സുകൾ, All kinds of business. എല്ലാ തരത്തിലുള്ള But in this business, people are missing Christ. എന്നാൽ ഈ ബിസിനസിന്റെ ഈ തിരക്കിനിടയിൽ യേശുവിനെ സ്വീകരിക്കുന്നത് അവർക്ക് നഷ്ടമായി കൊണ്ടിരിക്കുകയാ. Tell a neighbor, you should not miss it. നിങ്ങൾക്കിത് നഷ്ടമായി കൂടാ. നിങ്ങൾക്ക് യേശുവിനെ നഷ്ടമാകരുത്. നിങ്ങൾക്ക് യേശുവിനെ പറഞ്ഞു, നഷ്ടമാകരുത്. നിങ്ങൾക്ക് യേശുവിനെ നഷ്ടമാകരുത്. നിങ്ങൾക്ക് യേശുവിനെ ബിസിനസിനിടയിൽ നഷ്ടമാകരുത്. പറഞ്ഞേ. Sit down, sit down, sit down. ദയവായി ഇരുന്നാലോ. Hallelujah. The innkeeper missed Jesus. ഇപ്പോൾ സത്ര ഉടമസ്ഥന് യേശുവിനെ നഷ്ടമായി പോയി. King Herod missed Jesus. He had the greatest opportunity. കിങ് അല്ലെങ്കിൽ ഹെരോദ രാജാവിന് വലിയ അവസരമുണ്ടായിരുന്നു യേശുവിനെ പോയി കാണാൻ. പക്ഷേ അവന് ആ അവസരം നഷ്ടമായി. The scribes missed Jesus. ശാസ്ത്രിമാർക്ക് യേശുവിനെ നഷ്ടമായി. All through their life they were writing. The scribes were writing scriptures. Scriptures means logos. Logos is Jesus. He was writing and rewriting, copying and copying the logos, the word, Jesus. But when he came, they missed. ഹല്ലേലൂയ. ശാസ്ത്രിമാരെ നോക്കുക, തിരുവെഴുത്തുകൾ പകർത്തി തുകൽ ചുരുളുകളിൽ എഴുതി കൊടുക്കുന്ന ജോലിയുള്ളവരാണവർ. അവർ ഓരോ നൂറ്റാണ്ടുകളിലും ഓരോ കാലഘട്ടങ്ങളിലും യേശുവിനെ കുറിച്ചുള്ള മശിഹായെ കുറിച്ചുള്ള തിരുവെഴുത്തുകൾ ഓരോന്നോരോന്നായി പകർത്തി എഴുതി അനേകർക്ക് കൊടുത്തു. പക്ഷേ അവർ എഴുതിക്കൊണ്ടിരുന്ന മശിഹ അവരുടെ മുന്നിൽ വന്നപ്പോൾ അവർക്ക് തിരിച്ചറിയാൻ പറ്റാതെ അവർക്കത് നഷ്ടമായി. You can have all kinds of theological studies. You can have all kinds of Bible studies. You can keep a lot of notes and be proud of your notebooks. But you should not miss Jesus when he comes to your life. നിങ്ങൾക്കൊരു പക്ഷേ വേദശാസ്ത്രത്തിൽ ബിരുദമുണ്ടായിരിക്കാം, ബിരുദാനന്ദ ബിരുദമുണ്ടായിരിക്കാം, ബൈബിൾ പഠനത്തിൽ വളരെ അറിവുകൾ ഉണ്ടായിരിക്കാം, എല്ലാ ബൈബിൾ വചനങ്ങളും പ്രസംഗങ്ങളും നിങ്ങൾ എഴുതി സൂക്ഷിക്കുന്ന നോട്ട്ബുക്കുകൾ ഉണ്ടായിരിക്കാം. എന്നാൽ ഇതിന്റെയൊക്കെ നടുവിൽ നിങ്ങൾക്ക് യേശുവിനെ നഷ്ടമായി കൂടാ.
The Pharisees, they missed Jesus. പരീശന്മാർക്ക് യേശുവിനെ The നഷ്ടമായി. Levites missed Jesus. ലേവ്യർക്ക് യേശുവിനെ നഷ്ടമായി. Sadducees missed Jesus. സദൂക്യർക്ക് യേശുവിനെ The നഷ്ടമായി. high priest missed Jesus. മഹാപുരോഹിതനും യേശുവിനെ നഷ്ടമായി പോയി. But there were a few people who could recognize Jesus. എന്നാൽ വളരെ ചുരുക്കം ചില ആളുകൾക്ക് യേശുവിനെ തിരിച്ചറിയാൻ സാധിച്ചു. Some shepherds. അത് ചില ആട്ടിടയന്മാർ. Simeon, an aged person. ഒരു പ്രായം ചെന്ന ശിമയോൻ എന്നു പേരുള്ള ഒരു വയോധികനായ വ്യക്തി. Anna, another old prophetess. ഒരു വളരെ പ്രായം ചെന്ന് വയസ്സ് ചെന്ന പ്രവാചികയായിരിക്കുന്ന ഹന്ന പ്രവാചികി. They never missed Jesus. അവർ യേശുവിനെ അവർക്ക് നഷ്ടമായില്ല. Because all throughout their life they were looking forward to the coming of the Savior. കാരണം അവരുടെ ജീവിതം മുഴുവൻ ആ യേശുവിന്റെ വരവിന് വേണ്ടി അവർ കാത്തിരിക്കുന്നവരായിരുന്നു. Shout a big hallelujah. Hallelujah. Luke chapter 2 verse number 10 says, but the angel said to them, do not be afraid. I bring you good news that will cause great joy for all the people. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 20-ാമത്തെ വചനം. 10-ാമത്തെ വചനം പറയുന്ന ദൂതൻ അവരോട് ഭയപ്പെടേണ്ട സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. The first point in the Christmas message is this: do not be afraid. ആ ക്രിസ്മസ് സന്ദേശത്തിന്റെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. Today, if anybody is under the grip of fear, Christmas message is coming to you. Do not be afraid. ഇന്ന് ആരെങ്കിലും ഏതെങ്കിലും ഭയത്തിന്റെ കീഴെ ജീവിക്കുന്നവരാണെങ്കിൽ ക്രിസ്മസ് സന്ദേശം നിങ്ങളോട് പറയുന്നത് ഭയപ്പെടേണ്ട. Hey, the angel is announcing, do not be afraid of the devil again, but because the Savior is born to crush his head. ഇപ്പോൾ ദൂതൻ അനൗൺസ്മെന്റ് നടത്തുന്നത് സാത്താനെ ഓർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട, കാരണം നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുകയാണ്. If anybody is afraid of Satan, the devil, if anybody is afraid of demon spirits, do not be afraid, because the Savior is born from a virgin, from a woman, to crush the devil's head. Amen. Hallelujah. ആരെങ്കിലും പിശാചിനെ സാത്താനെ നിങ്ങളുടെ കുടുംബത്തിനകത്തോ നിങ്ങളുടെ ജീവിതത്തിനകത്തോ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് ക്രിസ്മസ് സന്ദേശത്തിന്റെ ആദ്യത്തെ പോയിന്റ് പറയട്ടെ, യേശു ക്രിസ്തു കന്യകയിൽ ഭൂജാതനായി സാത്താന്റെ തലയെ തകർക്കുവാൻ ഈ ഭൂമിയിലേക്ക് വന്നതുകൊണ്ട് നീ ഇനി ഭയപ്പെടേണ്ട. കൈയടിക്കുകയാണെങ്കിൽ ശരിക്കടി. ജീസസ്. Amen. Amen. ഭയപ്പെടേണ്ട. എന്തോ ആരുടെയൊക്കെ ഭയം വിട്ടുമാറുകയാണ്. ഭയത്തിന്റെ ആത്മാവ് ഇന്നും വെക്കേറ്റ് ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഭയത്തിന്റെ ആത്മാവ് കുടിയൊഴിയുന്നു. ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഓൺലൈൻ കാണുന്നവർ, ഇനി ഭയം നിന്റെ ഉള്ളിൽ വേണ്ട. ഭയം മാറ്റുവാൻ ക്രിസ്മസ് ദിനത്തിൽ യേശു ഭൂമിയിലേക്ക് വന്നു. ആദ്യത്തെ അനൗൺസ്മെന്റ്, ഭയപ്പെടേണ്ട. Do not be afraid. ഭയപ്പെടേണ്ട. അതായിരുന്നു ആദ്യത്തെ ആ ക്രിസ്മസ് സന്ദേശത്തിന്റെ പോയിന്റ്. 3 പേരോട് ചുറ്റിലും തിരിഞ്ഞു പറയുക, നിന്റെ ഭയം മാറ്റുവാൻ യേശു ജനിച്ചു. നിന്റെ ഭയം മാറ്റുവാൻ യേശു ജനിച്ചു എന്ന് പറയേ. നിങ്ങൾക്ക് ഭയമില്ലായിരിക്കാം, പക്ഷെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് ഒരുപക്ഷെ പേടിയുണ്ടെങ്കിലോ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ പറയുമ്പോൾ അവരുടെ ഭയം വിട്ടുപോകാൻ പോകുക. പറയാ, ഭയപ്പെടേണ്ട. നിന്റെ ഭയം മാറ്റുവാനാ യേശു ജനിച്ചത്. Come on people. He is born into this world to take away all kinds of phobias. Hallelujah. അവൻ ഈ ഭൂമിയിലേക്ക് ഭൂജാതനായത് സകല ഫോബിയകൾക്കും അതിനെ തകർക്കുവാൻ വേണ്ടിയിട്ടാണ്. You need not be afraid of your future. You need not be afraid of human beings, Homo sapiens. You need not be afraid of your wife. You need not be afraid of your husband. All kinds of phobias the Lord is taking away, because he is born into this world to remove all kinds of human fears. Hallelujah. ഓർക്കുക, യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഭൂജാതനായതുകൊണ്ട് ഇനി നീ അങ്ങോട്ട് ഒരു മനുഷ്യനെയും പേടിക്കേണ്ട ആവശ്യമില്ല, ഒരു ഹോമോസാപ്പിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു ഭർത്താവിനെ പേടിച്ച് ജീവിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവിടെയും പേടിക്കേണ്ട സാധ്യതയില്ല. നിന്റെ സകല ഭയത്തെയും ഇല്ലായ്മ ചെയ്യുവാനത്രേ യേശു
ഭൂമിയിലേക്ക് ഭൂജാതനായത്. Do not be afraid of religious systems. Do not be afraid of the society. Do not be afraid of your religious people. Do not be afraid of tradition. Do not be afraid of anything, because He has come to take away your fear. ഹല്ലേലൂയ. ഒരു ജാതീയ വ്യവസ്ഥയും നിനക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു മതത്തിന്റെ അധികാരിയെയും നിനക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു പാരമ്പര്യത്തെയും നിനക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അതിനെയൊക്കെ തകർക്കുന്നവൻ രാജാധിരാജൻ. അവൻ നിന്നോട് പറയുന്നു, ഭയപ്പെടേണ്ട. You need not be afraid of small enemies, medium enemies, big enemies, and the last enemy, death, because He came to conquer death with His death. ഹല്ലേലൂയ. കുട്ടി പിശാചിനെ പേടിക്കണ്ട. മീഡിയം തരത്തിലുള്ള പിശാചിനെ പേടിക്കണ്ട. കാരണം ഒടുക്കത്തെ ശത്രുവായവനെ തകർത്ത് കളഞ്ഞവൻ അവനാണ് നിന്റെ രക്ഷകൻ. Because I know, yes I know, He holds the future, and life is worth living just because He lives. Because He lives, oh, I can face tomorrow. Because He lives, all fear is gone. Because I know, yes I know, He holds my future, and life is worth living just because He lives. Tan vargayal agulam എല്ലാ ആകുലവും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. nale enna നമ്മളെ ഓർത്ത് ആരും ഭാരപ്പെടണ്ട. നിന്റെ ഭാവിയല്ല, നിന്റെ നാളെയല്ല അവന്റെ കയ്യിലാണ്. Sit down. I have a special message for all the widows. എനിക്ക് ഇവിടെയുള്ള എല്ലാ വിധവമാരോടും ഒരു പ്രത്യേക സന്ദേശമുണ്ട്. When your husband is dead, you had a fear inside. How will I survive? Will my children look after me? What will happen to me? ഒരു പക്ഷേ നിങ്ങളുടെ ഭർത്താവ് മരിച്ചു കഴിയുമ്പോൾ, അയ്യോ ഇനി എങ്ങനെ എൻ്റെ ജീവിതമായിരിക്കും, എൻ്റെ മക്കൾ എന്നെ നോക്കുമോ, എങ്ങനെയായിരിക്കും എൻ്റെ ജീവിതം ഇനി നടക്കാൻ പോകുന്നത്? Jesus came to take away even that fear. ഓർക്ക് യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നത് ആ ഭയത്തെ പോലും എടുക്കുവാൻ വേണ്ടിയിട്ടാണ്. Your life is not in the hands of your husband. Your life is not in the hands of your children or children's children. Your life is in the hands of the Savior. നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങളുടെ ഭർത്താവിന്റെ കയ്യിലാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ ജീവിതം അവരുടെ കയ്യിലല്ല. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മക്കളുടെ കയ്യിലല്ല, അവരുടെ മക്കളുടെ കയ്യിലല്ല. നിങ്ങളുടെ ജീവിതം ഏറ്റവും സുരക്ഷിതമായി അവന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. I have a special message for all the orphans in this world. ഇന്ന് ഈ ലോകത്തിലുള്ള സകല അനാഥരോടും എനിക്കൊരു സന്ദേശം പങ്കുവെക്കാനുണ്ട്. You may not have your parents living today, ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കൾ ഇന്ന് ജീവിച്ചിരിപ്പിണ്ടാകില്ല. but Jesus says, I will never leave you as orphans. I am your parent, I am your father, I am your mother, I am your local guardian, I am your provider. I will take care of your life. ഞാൻ
നിങ്ങളെ ഒരിക്കലും അനാഥരായി കൈവെടിയുകയില്ല എന്നാണ് യേശു പറയുന്നത്. അതിന്റെ അർത്ഥം അവൻ നമ്മുടെ പിതാവാണ്, അവൻ നമ്മുടെ മാതാവാണ്, അവൻ നമ്മുടെ ലോക്കൽ ഗാർഡിയനാണ്, അവൻ നമ്മുടെ സുരക്ഷിതത്വം നൽകുന്നവനാണ്, അവൻ നമ്മുടെ സഹായിയായിട്ട് എല്ലാ കാലവും കൂടെയുള്ളവനാണ്. Do not be afraid of your circumstances. ഇന്നത്തെ നിങ്ങളുടെ സാഹചര്യങ്ങളെ നോക്കി നിങ്ങൾ ഭയപ്പെടരുത്. Because Jesus is the water walker. He can walk above your circumstances and catch you and save you. ഓർക്കുക, യേശു കർത്താവ് അവൻ വെള്ളത്തിന്റെ മുകളിൽ നടന്ന് ചരിത്രം ഉളവാക്കിയവനാണ്. അവന് നിങ്ങളുടെ ഏത് അവസ്ഥയുടെ മുകളിലേക്ക് നടന്നു വന്ന് നിന്നെ രക്ഷിക്കാൻ സാധിക്കും. Do not be afraid of your financial situation. That is temporary. Today you may be in debts, but Jesus will change the situation. ഓർക്കുക, ഇന്നത്തെ നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധികളെ അല്ലെങ്കിൽ കടഭാരങ്ങളെ നിങ്ങൾ ഓർത്ത് ഭയപ്പെടരുത്. അതെല്ലാം താൽക്കാലികമാണ്. അതിന്റെ മുകളിലേക്ക് ഇറങ്ങി വന്ന് നിന്നെ വിടുവിക്കുന്ന ഒരു രക്ഷകനുണ്ട്. Hallelujah. Hallelujah. Never say I don't have anybody. ഒരിക്കലും എനിക്ക് ആരുമില്ലേ എന്ന് പറഞ്ഞ് കരയരുത്. Because when you say those words, Jesus will be so sad. നിങ്ങൾ അത് പറയുമ്പോൾ യേശു കർത്താവിന് ഒത്തിരി സങ്കടമാകും. What am I to this guy? ഓ, ഞാനപ്പോ പിന്നെ ഇവൻ ആരാണ്? I'm everything for this person. ഈ വ്യക്തിക്ക് വേണ്ടി ഞാൻ എല്ലാം ആയതല്ലേ. Gave my life and exhibited my love. എന്റെ ജീവിതവും എന്റെ ശരീരവും എനിക്കുള്ള സകലതും ഞാൻ അവൾക്ക് വേണ്ടി അവന് വേണ്ടി കൊടുത്തു Till പ്രദർശിപ്പിച്ചതല്ലേ. this person is not believing in me. എന്നിട്ടും ഈ വ്യക്തി എന്നിൽ വിശ്വസിക്കുന്നില്ല. Shout a big hallelujah. ഹല്ലേലൂയ. Jesus came to take away all kinds of fear. ഓർക്കുക, യേശു കർത്താവ് സകല ഭയങ്ങളെയും എടുത്തു മാറ്റുവാൻ വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. Do not be afraid of failures in life. നിങ്ങളുടെ ജീവിതത്തിലെ പരാജയങ്ങളെ ഓർത്ത് നിങ്ങൾ ഭയപ്പെടരുത്. You may be a big zero, all kinds of fears, all kinds of failure, but the moment you're connected with the Lord, you are a success in life. ഹല്ലേലൂയ. പരാജയങ്ങളുടെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഇന്ന് ആ പരാജയങ്ങൾ നിമിത്തം നീ ഒരു വലിയ വട്ടപൂജ്യമായേക്കാം. പക്ഷേ അതിന്റെ നടുവിൽ നിന്നെ വിജയ ശ്രീലാളിതനായി മാറ്റുന്ന ഒരു രക്ഷകൻ നിനക്കുണ്ട്. ഭയപ്പെടേണ്ട. I want to announce to everyone, you are not a failure. With Jesus, you are triumph. You are success. You are a victor. You are a winner. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയട്ടെ, യേശു ക്രിസ്തുവിൽ നിങ്ങൾ ആരും പരാജിതരല്ല, മറിച്ച് നിങ്ങൾ വിജയാളികളാണ്. നിങ്ങൾ ജയാളികളാണ്, വിജയ ശ്രീലാളിതരാണ്. Your failure in exams will not make you a failure. When you are with Jesus, or the millions of failures in your life will become success because he will give you a future. ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ വിദ്യാഭ്യാസത്തിൽ നിങ്ങൾക്കുണ്ടായ പരാജയം ഒരു പരാജയമല്ലാതെ തീരും. എപ്പോൾ യേശു ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ജയാളിയാകുമ്പോൾ നിങ്ങളുടെ പരാജയങ്ങൾ അവൻ വിജയമാക്കി തീർക്കും. Maybe you might have failed in your marriage. Even the marriage failure will not make you a failure if you are with Jesus. ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങളുടെ വിവാഹ ജീവിതം ഒരു ഫെയിലിയർ ആകാം, ഒരു പരാജയമാകാം. എന്നാലും ആ വിവാഹ ജീവിതത്തിന്റെ പരാജയം ക്രിസ്തുവിനോടൊപ്പമുള്ള നിങ്ങളുടെ ജീവിതം പരാജയമാക്കുന്നില്ല. In other words, any failure on the face of earth will not make you a failure if you are connected to Jesus. ഹല്ലേലൂയ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ ലോകത്തിലെ ഏതൊരു പരാജയങ്ങളും അത് നിങ്ങൾക്കൊരു പരാജിതമാകില്ല. എപ്പോൾ നിങ്ങൾ ക്രിസ്തു യേശുവിനോടുകൂടെ ബന്ധിക്കപ്പെട്ട് കഴിയുമ്പോൾ അതെല്ലാം മാറി നിങ്ങൾ ഒരു ജയാളിയായി തീരും. All the disciples of Jesus were failures. യേശു ക്രിസ്തുവിന്റെ സകല ശിഷ്യന്മാര് പരാജിതരായിരുന്നു. But Jesus made them greatest success in the whole world. എന്നാൽ യേശു കർത്താവ് അവരെ ലോകത്തിലെ ഏറ്റവും വിജയികളായിട്ടുള്ള ആളുകളാക്കി അവരെ തീർത്തു. I prophesy over you. ഞാൻ നിങ്ങളെ നോക്കി I പ്രവചിക്കുന്നു. prophesy over you. ഞാൻ നിങ്ങളെ നോക്കി I പ്രവചിക്കുകയാണ്. prophesy over you. ഞാൻ നിങ്ങളെ നോക്കി You പ്രവചിക്കുന്നു. are not a failure. നിങ്ങൾ ഒരു പരാജയമല്ല. I prophesy over you. ഞാൻ നിങ്ങളെ നോക്കി You are never a failure. നിങ്ങൾ ഒരിക്കലും പരാജിതരല്ല. Maybe in some areas you could not perform as you expected. That will not make you a failure. You will be a failure only when you submit to that failure. Otherwise the failures will not make you a failure.
if you are with Jesus, you are always a success. നിങ്ങൾ ഒരുപക്ഷെ പരാജിതരാണ് എന്ന് പല മേഖലകളിലും ചിന്തിക്കുന്നത്, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ വന്നപ്പോൾ നിങ്ങൾ പരാജിതരാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ പരാജയത്തെ നിങ്ങൾ സമ്മതിച്ചു കൊടുക്കുന്നത് വരെ മാത്രമേ നിങ്ങൾ പരാജിതരാകുന്നുള്ളൂ. എന്നാൽ യേശു എനിക്ക് വേണ്ടി ഈ ഭൂമിയിൽ വന്നു, എന്റെ പരാജയം ഏറ്റെടുത്തു എന്ന് വിശ്വസിക്കുന്നിടത്ത് നിന്റെ പരാജയത്തിൽ നിന്ന് നീ ഒരു ജയാളിയായി പുറത്തു വരികയാണ്. The last 3 minutes, the Holy Spirit says many people have come out of suicide. കഴിഞ്ഞ 3 മിനിറ്റ് സമയത്തിനുള്ളിൽ കർത്താവ് പറയുകയാണ്, 3 മിനിറ്റിനുള്ളിൽ പല ആളുകളും ഈ ആത്മഹത്യാ പ്രവണതയിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞു. Sure. വളരെ കൃത്യമായിട്ടുള്ള ഒരു സന്ദേശമാണത്. I don't know who, but the Lord has taken out of suicidal thoughts and death. ഇവിടെ ആരുടെയൊക്കെ ഹൃദയത്തിനകത്തുണ്ടായിരുന്ന മരണചിന്തകളും അതുപോലെ ആത്മഹത്യ ചെയ്യുവാനുള്ള, സൂയിസൈഡ് ചെയ്യാനുള്ള, അറ്റംപ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും ആരുടെയൊക്കെ ഹൃദയത്തിൽ ഈ കഴിഞ്ഞ 3 മിനിറ്റിനകത്ത് എടുത്തു മാറ്റപ്പെട്ടു. The Holy Spirit is moving right now with laser beam precision. ഹല്ലേലൂയ. ഇന്ന് ലേസർ ബീം അടിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് ഹൃദയങ്ങൾക്കകത്തേക്ക് കടന്ന് ആഴ്ന്നിറങ്ങി ചെന്നിരിക്കുകയാണ്. The Holy Spirit is moving, not a human being right now. ഇപ്പോൾ ഒരു മനുഷ്യനല്ല, പകരം പരിശുദ്ധാത്മാവ് ഇതാ ഇങ്ങനെ ലേസർ ബീം പോലെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. The whole world is celebrating Christmas, but the real Christmas message is this: do not be afraid. ഈ ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ യഥാർത്ഥ ക്രിസ്മസ് സന്ദേശം ദൈവമക്കളെ അറിയണമോ? ഒരിക്കലും ഭയപ്പെടേണ്ട. Come on, people. This is the real Christmas message. If you embrace this message, shout a hallelujah and take a decision. I will not be afraid because the Savior is born just for me. ഹല്ലേലൂയ. ഈ സമയത്ത് ഈ ക്രിസ്മസ് സന്ദേശം ഏറ്റെടുക്കാനുള്ളവരുണ്ടെങ്കിൽ ഏറ്റെടുത്ത കൈകൾ ഉയർത്തിയിട്ട് ഇങ്ങനെ വിളിച്ചു പറ, എനിക്കൊരു രക്ഷകൻ ഈ ഭൂമിയിൽ പിറന്നതുകൊണ്ട് ഇനി ഞാൻ ഭയപ്പെടുന്നില്ല. Amen. Hallelujah. Hallelujah. Oh Jesus. So angel said, do not be afraid. Then the angel said, I bring you good news. ഇവിടെ ദൂതന്മാർ പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു സദ്വർത്തമാനം നൽകുവാൻ പോകുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 10-ാമത്തെ വചനം. Everybody shout, good news. എല്ലാവരും ചേർന്ന് വിളിച്ചു പറയാമോ? സദ്വർത്തമാനം. Even yesterday I was going through the daily newspaper. I could not find even one single good news. ഇന്നലെ പോലും ഞാൻ ന്യൂസ് പേപ്പർ വായിക്കുന്നത്, പക്ഷേ അതിനകത്ത് ഒരു നല്ല വാർത്ത സത്യം പറഞ്ഞ എനിക്ക് Not even one good news. ഒരു നല്ല വാർത്ത പോലും കിട്ടിയില്ല. The media will put you down. മീഡിയ നിങ്ങളെ ഈ കാര്യത്തിൽ നിങ്ങളെ നിരാശപ്പെടുത്തും. News reports will put you down. ന്യൂസ് റിപ്പോർട്ടുകൾ ഇത്തരത്തിൽ നിങ്ങളെ നിരാശപ്പെടുത്തും. If you go through the news, another wave of Corona is coming to swallow you. നിങ്ങൾ ന്യൂസ് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, കൊറോണയുടെ അടുത്ത ഒരു തരംഗം നമ്മളെ വിഴുങ്ങാൻ വേണ്ടി വരും. Another season of recession is coming to swallow you. മറ്റ് ഒരു സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഒരു സീസൺ നിങ്ങളെ വിഴുങ്ങുവാൻ വേണ്ടി വരികയാണ്. Another war is coming. മറ്റൊരു എന്താ പറയാ, ഒരു യുദ്ധം ഇതാ വരാൻ You will പോകുകയാണ്. never hear a good news. നിങ്ങൾ ഒരിക്കലും ഒരു നല്ല വാർത്ത അതിൽ വായിക്കില്ല. The only good news that you will hear is this good news, the good news of Jesus. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വായിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു സദ്വർത്തമാനമേ ഉള്ളൂ, അത് ഈ സുവാർത്തയാണ്. യേശു നിനക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നു. You're saying, I am the greatest sinner in this world. ഒരുപക്ഷെ പറയും, ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ മഹാപാപിയാണ്. The good news is, no problem. സദ്വർത്തമാനം പറയുന്നത് പേടിക്കണ്ടെന്നേ. I have killed some people. I'm a criminal. ഞാൻ ആരെയൊക്കെ കൊന്നിട്ടുണ്ട്, ഞാനൊരു കുറ്റവാളിയാണ്. Jesus is no problem. യേശു പറയുന്നു, I will save you. ഞാൻ നിന്നെ രക്ഷിച്ചോളാം. Paul was a killer. പൗലോസ് ഒരു കുറ്റവാളിയായിരുന്നു, Killer. കൊലപാതകിയായിരുന്നു. Jesus made him an apostle. എന്നാൽ യേശു അവനെയാണ് ഒരു അപ്പസ്തോലനാക്കി തീർത്തത്. Come on. ഹലോ, ആമേൻ. I'm an adulterer. ഞാനൊരു വ്യഭിചാരിണിയാണ്. No problem, I will cleanse you. ഒരു കുഴപ്പമില്ലെന്ന് ഞാൻ നിന്നെ കഴുകിക്കോളാം. I'm a leper. ഞാനൊരു കുഷ്ഠരോഗിയാണ്. No problem, I will cleanse you, I'll heal you. ഒരു കുഴപ്പമില്ലെന്ന് ഞാൻ നിന്നെ I am blind. ഞാൻ അന്ധനാണ്.
I will open your eyes. ഞാൻ നിന്റെ കണ്ണ് തുറക്കാൻ പോകുകയാണ്. No problem. ഒരു പ്രശ്നവുമില്ല. Amen. Peter says, in business I am a failure. Empty boat, empty pockets, empty bank account, empty kalam patram in the kitchen. I am a failure. പത്രോസ് പറഞ്ഞു, കണ്ടോ കർത്താവേ, ഞാനൊരു പരാജയമാണ്. എൻ്റെ ബോട്ട് നോക്ക്, ഒരു പൂച്ചൂട്ടി പോലും ഇല്ല ഈ ബോട്ടിനകത്ത്. മുഴുവൻ കാലിയാ, വീട് മുഴുവൻ കാലി, വീട്ടിനകത്തെ പാത്രം കാലി, അരിപ്പാട്ട കാലി, സകലതും കാലിയാ. ഞാനൊരു പരാജിതനാണ്. Jesus says, no problem. യേശു പറഞ്ഞു, ഒരു I'll പ്രശ്നമില്ല, fill your boat. ഞാൻ നിന്റെ ബോട്ട് നിറയ്ക്കാൻ I'll പോകുകയാണ്. fill your empty bank account. നിന്റെ empty bank account ഞാൻ I'll നിറയ്ക്കാൻ. bless your business. ഞാൻ നിന്റെ ബിസിനസ് അനുഗ്രഹിക്കാൻ Good പോകുകയാണ്. news. നല്ല വാർത്ത. Jesus is not bringing the good news. Jesus is the good news. ഹല്ലേലൂയ. യേശു ഒരു നല്ല വാർത്തയായിട്ട് വന്നവനല്ല, യേശു ഒരു നല്ല വാർത്ത തന്നെയാ. യേശുവാണ് നല്ല വാർത്ത. ആമേൻ. Come on, come on, come on. ഹല്ലേലൂയ. Hallelujah. Amen. The angel says, I am bringing a good news. ദൂതൻ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ഒരു സദ്വർത്തമാനവുമായി This വന്നിരിക്കുകയാണ്. good news is not just for the Jewish community. This good news is not just for the people of Israel. This good news is not for one nation. This good news is for all the nations and all the generations. ഹല്ലേലൂയ. ഈ സദ്വർത്തമാനം എന്നുള്ളത് യഹൂദന്മാർക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല. ഈ സദ്വർത്തമാനം ഇസ്രായേലുള്ളവർക്ക് വേണ്ടിയിട്ടല്ല, അതൊരു രാജ്യത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, മറിച്ച് സകല രാജ്യങ്ങൾക്കും സകല ജനതകൾക്കുമുള്ള സദ്വർത്തമാനം അത്രയവൻ. കൈയടിക്കുവാണെങ്കിൽ നന്നായിട്ട് അടിക്കണം. ഇതിനപ്പുറത്തൊരു ഗുഡ് ന്യൂസ് ഇല്ല. യെസ്. ഇതിനപ്പുറത്തൊരു സദ്വർത്തമാനമില്ല, ഇതിനപ്പുറത്തൊരു സുവിശേഷമില്ല. ഏത് കേസും നോക്കിയിട്ട് പറയും, നോ പ്രോബ്ലം, ഐ എം ഇൻ ഡിപ്രഷൻ, നോ പ്രോബ്ലം. Then he says, I bring you good news that will cause great joy for all the people. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വചനം. അതിനുശേഷം യേശു പറഞ്ഞു, സർവ ജനങ്ങൾക്കുമുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. Amen. This is not joy. There are different kinds of joys, but this is great joy. പലതരത്തിലുള്ള സന്തോഷമുണ്ട്. എന്നാൽ ഈ സന്തോഷം എന്ന് പറയുന്ന അത്തരത്തിലൊരു സന്തോഷമല്ല, ഇത് മഹാസന്തോഷമാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഗ്രേറ്റ് ജോയ്. മഹാസന്തോഷം. കൈ ഇങ്ങനെ വിടർത്തി ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് പറ, ഗ്രേറ്റ് ജോയ്. മഹാസന്തോഷം. ചെറിയ സന്തോഷമല്ല. ചെറിയ സന്തോഷം താൽക്കാലികമാണ്, നാളെ ഇല്ല, വെള്ളത്തിലെ കുമിള പോലെ പൊട്ടിപ്പോകും. എന്നാൽ ഒരു മഹാസന്തോഷം. Amen. Hallelujah. പറഞ്ഞേ പറഞ്ഞേ പറഞ്ഞേ, മഹാസന്തോഷം, മഹാസന്തോഷം. ഇന്ന് എത്ര പേർക്ക് ആ മഹാസന്തോഷം സ്വീകരിക്കാൻ താല്പര്യമുണ്ട്? Amen. Hallelujah. The commission, the mandate upon blessing today is to take this good news to all the nations of the world. Blessing todayക്ക് വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന നിയോഗം എന്നുള്ളത് ഈ സദ്വർത്തമാനം ലോകം എമ്പാടും കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. Are you ready? നിങ്ങൾ തയ്യാറാണോ? Are you ready to go? നിങ്ങൾ പോകാൻ തയ്യാറാണോ? Are you ready to send? നിങ്ങൾ അയക്കാൻ തയ്യാറാണോ? When you receive the Lord Jesus, നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചപ്പോൾ your feet will be anointed. നിങ്ങളുടെ കാലുകൾ അഭിഷേകമുള്ളതായി തീർന്നു. Your mouth, your lips will be anointed. ഓർക്കുക, നിങ്ങളുടെ നാവുകളും അഭിഷേകമുള്ളതായി തീർന്നു. How beautiful are the feet of those who bring glad tidings. Hallelujah. നന്മ സുവിശേഷിക്കുന്നവരുടെ കാലുകൾ എത്ര മനോഹരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Without any pedicure, without any beautification, your feet will become so beautiful when you speak good news from your lips. നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ സുവിശേഷം പങ്കുവെക്കുമ്പോൾ ബൈബിൾ പറയുന്നത് കാലിന് കൊടുക്കുന്ന പെഡിക്യൂർ ട്രീറ്റ്മെന്റ് ഒന്നുമില്ലെങ്കിലും വലിയ ബ്യൂട്ടീഷ്യൻ വർക്ക് ഒന്നും ചെയ്തില്ലെങ്കിലും ശരി, നിങ്ങളുടെ കാലുകൾ സ്വർഗത്തിലെ കർത്താവിന്റെ കണ്ണിൽ അത് അതിമനോഹരമാണ്. അടുത്തിരിക്കുന്ന ആളോട് പറയാം, നിങ്ങൾ
സുവിശേഷം പങ്കുവച്ചാൽ നിങ്ങളുടെ കാലുകൾ സുന്ദരമാകുന്നു പറ. സുവിശേഷം പങ്കുവെച്ചാൽ നിങ്ങളുടെ കാലുകൾ സുന്ദരമാകും. അത് അയാളോട് തന്നെ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ കാലുകൾ വൃത്തികേടാവുന്നു പറ. നിങ്ങൾ സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ കാലുകൾ അയ്യോ വൃത്തികേടാണ്. എത്ര പെഡിക്യൂർ ചെയ്താലും ബ്യൂട്ടിഫുൾ ആവില്ല സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ. ദൈവമക്കളുടെ കാലുകൾ ഏറ്റവും സൗന്ദര്യമുള്ളതാകുന്നത് കളറ് കൊണ്ടല്ല, കഴുകി വൃത്തിയാക്കുന്നത് കൊണ്ടല്ല, അതിൽ സോക്സോ ഷൂസോ ചെരുപ്പോ ഇടുന്നത് കൊണ്ടല്ല. സുവിശേഷം പറയുമ്പോൾ നിന്റെ കാലുകളിൽ ഒരു തിളക്കം, നിന്റെ കാലുകളിൽ ഒരു പ്രകാശം. ആ പ്രകാശം പാതയ്ക്ക് വെളിച്ചമായി അനേകർക്കൊരു വഴികാട്ടുന്നതായി മാറും. നിന്റെ പാദങ്ങൾ സുവിശേഷത്താൽ സൗന്ദര്യമുള്ളതായി മാറും. Another thing is, when you share the gospel, your feet will be on top of a mountain. അതുമാത്രമല്ല, അടുത്ത കാര്യം എന്നുള്ളത്, നിങ്ങൾ സുവിശേഷം പങ്കുവെക്കുമ്പോൾ നിങ്ങളുടെ കാലുകൾ ഉന്നത ഗിരികളിൽ അവൻ വെക്കുകയാണ്. You will have an elevation. You will have a promotion to the mountain top. മൗണ്ടൻ ടോപ്പിലേക്ക്, ഉന്നത ഗിരികളിലേക്ക് നിങ്ങൾക്കൊരു സ്ഥാനം കയറ്റം ഉണ്ടാകുന്നു. സ്വർഗം തുറന്നു, സ്വപ്നം വിടർന്നു, സ്വർഗീയ മഹിമകൾ വെടിഞ്ഞു. സ്വർഗം തുറന്നു, സ്വപ്നം വിടർന്നു, സ്വർഗീയ മഹിമകൾ വെടിഞ്ഞു. സ്വർഗീയനാഥൻ ഭൂജാതനായി, സ്വർഗീയ ദൂതൻ താരാട്ടുപാടി, സ്വരരാഗ സംഗീത ധ്വനിയായി ലയമായി വിണ്ണിൽ മണ്ണിൽ. സ്വർഗം തുറന്നു, സ്വപ്നം വിടർന്നു, സ്വർഗീയ മഹിമകൾ വെടിഞ്ഞു. സ്വർഗീയ ഗാനം ആട്ടിടയർ കേട്ടു, സന്തോഷ ചിത്തരായോടി കൂടി. സ്വർഗീയ ഗാനം ആട്ടിടയർ കേട്ടു, സന്തോഷ ചിത്തരായോടി കൂടി. സ്വർഗീയ ദൂതൻ അവരോടു ചൊല്ലി, സ്വർഗീയ രാജൻ ഭൂജാതനായി നിങ്ങൾക്കായി ബത്ലഹേം പുരിയിൽ യേശു മശിഹാ രാജൻ. സ്വർഗം തുറന്നു, സ്വപ്നം വിടർന്നു, സ്വർഗീയ മഹിമകൾ
കൃപകൾ